ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഹൗ ആർ യു? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് വൊക്കാബുലറി ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം ന്യൂസ് പേപ്പറിലുള്ള ഏറ്റവും കൂടുതലായിട്ട് വരുന്ന വൊക്കാബുലറി ആൻഡ് അത് വെച്ച് സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗ്രാമർ പാർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് റിവൈസ് ചെയ്ത് വിടാം. അതിനോട് തന്നെ ഒരുപാട് വേർഡ്സും പഠിച്ചു വിടാം. ഓക്കെ, അപ്പോൾ റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വെൽക്കം വൺസ് അഗൈൻ. തുടങ്ങാലോ? കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ? ഓഡിബിൾ ആണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വേർഡ്, ഇന്നത്തെ ആദ്യത്തെ വേർഡ് ഇതാണ്, മൗണ്ട് ചെയ്യാം. മൗണ്ട് ചെയ്യാം. മൗണ്ടൻ എന്ന വാക്കറിയില്ലേ? മൗണ്ടൻ. മൗണ്ടൻ കുന്ന്, മല എന്നൊക്കെ പറയും നമ്മൾ കാര്യം. മൗണ്ട് ചെയ്യുക, കയറുക, മുകളിലോട്ട് കയറുക, ക്ലൈംബ് ചെയ്യുക, ഗോ അപ്പ്. അതാണ് മൗണ്ട് ചെയ്യുക എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. മൗണ്ട് ചെയ്യുക വേർബാണ് കേട്ടോ. ഇറ്റ് മൗണ്ടഡ് എന്നൊക്കെ പറയുന്ന ഒരു വേർബാണ്. അപ്പം മുകളിലോട്ട് കയറുക എന്നൊരു അർത്ഥം മാത്രമല്ല മൗണ്ടിന് ഇൻക്രീസ് ചെയ്യുക, വർദ്ധിക്കുക. ഇൻക്രീസ് ചെയ്യുക, വർദ്ധിക്കുക, വില കയറുക, കൂടുക, അതൊക്കെ കൂടുക, അതാണ് അർത്ഥവും മൗണ്ട് ചെയ്യാന്നുണ്ട്. ഈ പറയുന്ന ഇൻഫ്ലേഷൻ മൗണ്ട് ചെയ്തു, അല്ലെങ്കിൽ പ്രൈസ് മൗണ്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈ പറയുന്ന കേസസ്, കോവിഡ് കേസസ് മൗണ്ടഡ് എന്നൊക്കെ പറഞ്ഞുള്ളതൊക്കെ നമ്മുടെ ന്യൂസ് പേപ്പറിലൊക്കെ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ന്യൂസ് ആയിട്ട് വന്ന സമയത്തുള്ള വേർഡ്സ് ഉപയോഗിച്ച് ഹൈക്ക് ചെയ്യുക, മൗണ്ട് ചെയ്യുക എന്നുള്ള വാക്കുകളൊക്കെ ഭയങ്കര കോമൺ വാക്കുകളാണ് കേട്ടോ. സോ മൗണ്ട് ചെയ്യുക എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്ത് ചെയ്യുക, ഹൈക്ക് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക എന്നൊരർത്ഥമുണ്ട്. അല്ലാതെ ലിറ്ററലി നമ്മൾ പറയുമ്പോൾ മൗണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ കയറുക, മുകളിലോട്ട് കയറുക, അസെൻഡ് ചെയ്യുക, ക്ലൈംബ് ചെയ്യുക, ഗോ അപ്പ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും കേട്ടോ. ഗോ അപ്പ് ഇപ്പം അറിയില്ലേ, ഓൾറെഡി നമ്മൾ പറയുന്ന കാര്യമാണ്. സോ അസെൻഡ് നോക്കണേ, നമ്മൾ പറഞ്ഞിട്ടുള്ള വേർബ് ആണ് അസെൻഡ്. അസെൻഡ് വേർബ് ആണ്, നൗൺ അല്ല. നൗൺ അസെൻഡ് ഏതാ? നൗൺ അസെൻഡ് നിങ്ങൾക്ക് അറിയാം അല്ലേ? നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ASCENT അസെൻഡ് ഉണ്ട്. ആ അസെൻഡ് ആണ് അല്ലേ? ഡിക്ക് പകരം ടി വരുമ്പോഴാണ് അത് നൗൺ ആവുന്നത് കേട്ടോ. ഇത് വേർബ് ഫോർമുലേഷൻ ആണ്, ഇത് നൗൺ ആണ്. സെയിം മീനിങ് തന്നെയാണ്. എന്താ അസെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻക്രീസ് അല്ലേ? ഇൻക്രീസ്, എക്സ്പാൻഷൻ, ഹൈക്ക്, സെയിം സാധനം തന്നെയാണ് കേട്ടോ. വേർബായിട്ട് നൗൺ ആയിട്ട് ഇൻക്രീസ് ഉപയോഗിക്കുക, ഹൈക്ക് ഉപയോഗിക്കുക. സോ അതുകൊണ്ട് റൈസ് ഒക്കെ പറയുന്നത്. അപ്പോൾ അസെൻഡ് ചെയ്യുക, ക്ലൈംബ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ റൈസ് ചെയ്യുക, ആക്സിലറേറ്റ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, ഇന്റൻസിഫൈ ചെയ്യുക എന്നൊക്കെ മൗണ്ടിന്റെ സിനോണിംസ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആന്റണിയുമായിട്ട് നമുക്ക് എന്ത് പറയും? ഡിസെന്റ് അല്ലെ? അസെന്റിന്റെ ഓപ്പോസിറ്റ് ഡിസെന്റ് ആണ്. അപ്പൊ ഡിസെന്റിന് നമുക്കൊരു ഇതുണ്ടല്ലോ, നൗൺ ഫോർമുലേഷൻ ഉണ്ടല്ലോ ഡിസെന്റിന്, DESCENT, ഡിസെന്റ്. സെയിം സാധനം ഡിസെന്റ് അല്ലെ? ഡിക്രീസ് ഓർ ഡിക്ലൈൻ അല്ലെ? സോറി, ഡിക്ലൈൻ അല്ലെങ്കിൽ ഡിക്രീസ് അല്ലെ? ഡിസെന്റ്. ഓൾറൈറ്റ്, ഓർമ്മയുണ്ടല്ലോ അത്, ആ ഡിസെന്റ്. ഓക്കെ, ഓർത്ത് വെച്ചോണം. DESCENT കൺഫ്യൂസിങ് വേർഡ്സിലൊക്കെ വരുന്ന വാക്കുകളാണ്. പിന്നെ അസെന്റ്, ASCENT അസെന്റ് ഉണ്ട്, ASSEND അസെന്റ്. ASNT അത് വെർബായിട്ട് നൗണായിട്ട് ഉപയോഗിക്കുന്ന സമ്മതിക്കുക, കൺസെന്റ് കൊടുക്കുക എന്നുള്ള അർത്ഥം അസെന്റ് ഉണ്ട്. ഡിസെന്റിനും അല്ലെ, ഡിസഗ്രി ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട് അല്ലെ? നമ്മൾ അതും കേട്ടിട്ടുണ്ട് അല്ലെ? DISSENT ഡിസെന്റ്, അത് നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ്. അപ്പോൾ ആ ഒരു വാക്കും അസെന്റും ഇത് രണ്ടും ഒന്ന് മനസ്സിലുണ്ടായിരിക്കണേ, ആ അർത്ഥം കൂടെ ഉണ്ടേ. അപ്പോൾ ആ ഡിസെന്റ് ഇസ് ഡിഫറെന്റ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഡിസെന്റ് വെർബ് ഡിഫറെന്റ് ആണ്. ഇത് ASCENT ആണ്. അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും വരുന്ന സംഗതി കേട്ടോ. ഡിക്രീസ്, ഡിക്രീസ് ചെയ്യുക, ഡിസെൻഡ് ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക, കൺട്രാക്ട് ചെയ്യുക, ചുരുങ്ങുക അല്ലേ? ലെസൺ ചെയ്യുക, വീക്കൻ ചെയ്യുക എന്നൊക്കെ നമുക്ക് ആന്റണിയുമായിട്ട് പറയാം. ഒരു കാര്യം കുറയുക, അതാണല്ലോ വീക്കൻ ചെയ്യുമ്പോൾ ലെസൺ ചെയ്യുന്നതൊക്കെ. മിറ്റിഗേറ്റ് ചെയ്യുക ഒക്കെ നമുക്ക് പറയാം, കുറയുക. Okay, so sentence okay. She mounted her horse and rode off into the sunset. ഇവിടെ മൗണ്ടഡ് ഒരു കുതിര പുറത്ത് കയറുക, കുതിരയുടെ മുകളിൽ കയറുക എന്നുള്ള അർത്ഥത്തിൽ. മൗണ്ട് ക്ലൈംബ് ചെയ്യുക, ക്ലൈംബ് ഓൺ ഹെർ മൗണ്ട്, ഓൺ ഹെർ ഹൗസ് വരെ. ഇവിടെ ആകുമ്പോൾ മൗണ്ടഡ് ഹെർ ഹോഴ്സ് മതി, അതുപോലെ. അതിന്റെ ഓൺ അവിടെ ആവശ്യമില്ല. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഓർത്തോണം, ഇത് മാത്രമല്ല അർത്ഥം വരുന്നത്, ഇൻക്രീസ് ചെയ്യുക, വർദ്ധിക്കുക എന്നുള്ള അർത്ഥവും കൂടെ ഉണ്ട്. റൈസ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക, ഹൈക്ക് ചെയ്യുക എന്നുള്ള അർത്ഥം കൂടെ മൗണ്ടിനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, മൗണ്ടിന് രണ്ടർത്ഥം ഉണ്ടെന്നുള്ള കാര്യം അറിയാലോ, അത് നോട്ട് ചെയ്ത് വെച്ചോണം. ക്ലിയർ അല്ലേ? സെന്റൻസ് പോരട്ടെ, ഉഷാറായിട്ട് സെന്റൻസ് പോരട്ടെ. ഓക്കെ, സെന്റൻസ് പോരുന്നില്ലല്ലോ.
മൗണ്ട് വെച്ച് സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാം കേട്ടോ. ഇൻക്രീസ് എന്ന മീനിങ് വരുന്നത് എന്ത് പറ്റി? റെസ്പോൺസ് ഇല്ലല്ലോ. ഗുഡ് ഈവനിങ് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഒരു എന്താ പറയുക, വിഷ് കഴിഞ്ഞ് പിന്നെ ഒരു റെസ്പോൺസ് ഇല്ല. അപ്പോൾ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുക കേട്ടോ. പ്രൈസ് ഓഫ് ക്യാരറ്റ് മൗണ്ടഡ് ദിസ് മന്ത്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ക്ലിയർ. ഓക്കെ, അതാണ് പ്രൈസ് ഹൈക്ക് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നത്. മീനിങ് ഓർത്തുക. പിന്നെ മറ്റേ വാക്ക് ഞാൻ ഡിസെൻറ്റ് എഴുതി തരണമെങ്കിൽ ഞാൻ ഡിസെൻറ്റ് എഴുതാം കേട്ടോ. മറ്റേ വാക്ക് DISSENT, ഡിസെൻറ്റ്. അത് ഒരു പേജ് എടുത്തിട്ട് ഞാൻ സെറ്റ് ചെയ്ത് തരാം കേട്ടോ. എഴുതാം. കൺഫ്യൂസിങ് വേർഡ്സ് വരുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് വേർഡ്സ് കൂടെ പരിചയപ്പെടുത്തണം. ഓക്കെ, ശ്രദ്ധിക്കുക. DISSENT ഡിസെൻറ്റ് ഉണ്ട്. DISSENT ഡിസെൻറ്റ് ഇത് നൗണായിട്ടും വെർബായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഡിസഗ്രിമെന്റ്, ഡിസ്പ്യൂട്ട്, ഡിസഗ്രിമെന്റ് അല്ലേ? അതാണ് മീനിങ്. വെർബായിട്ട് പറയുമ്പോൾ ഡിസഗ്രി ചെയ്യുക അല്ലേ? ഡിസഗ്രി ചെയ്യാം. കോൺഫ്ലിക്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളത് നമുക്ക് പറയാം. അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അസെന്റ്. ASSENT, അസെന്റ്. നൗണും ആണ് വെർബും ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അസെന്റ്. മറ്റേ ഡി വരുന്ന അസെന്റ് അല്ല, ഇത് വേറെ നൗണും വെർബും ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. അത് വ്യത്യാസമുണ്ടേ. ഈ അസെന്റിന്റെ ഡിസഗ്രിമെന്റ് ആകുമ്പോൾ അഗ്രിമെന്റ്. കൺസെന്റ്. ഓക്കെ, അപ്പോൾ അഗ്രി ചെയ്യുക, ഒരു കാര്യത്തോട് അഗ്രി ചെയ്യാം, അലൗ ചെയ്യുക എന്നൊക്കെ അർത്ഥം. കൺസെന്റ് കൊടുക്കുക അല്ലേ? കൺസെന്റ് കൊടുക്കുക, അത് പറയും. സെയിം. ഓക്കെ, ഡിസെന്റിന്റെ ഓപ്പോസിറ്റ് ആണ്. മറ്റേ വാക്കാ നമ്മൾ പറഞ്ഞ അസെന്റ്. ASCEND അസെന്റ് വേർബ്, ASCENT നൗൺ അസെന്റ്. വ്യത്യാസമുണ്ടേ. അതേസമയത്ത് വേറൊരു കാര്യോട് ഞാൻ പറഞ്ഞുതരാം. വേറൊരു വാക്കൂടെ ശ്രദ്ധിച്ചു. നേരത്തെ പറഞ്ഞ ഡിസെന്റിൽ ഈ ഡിസെന്റിന് വേറൊരു മീനിങ് കൂടിയുണ്ട്. DESCENT എന്ന് പറയുന്ന നൗൺ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ? ഡിസെന്റ് എന്ന് പറഞ്ഞ ഡിക്രീസ് എന്ന് പറയുന്നില്ലേ? വേറൊരു ഡിസെന്റ് കൂടെ അർത്ഥമുണ്ട്. അത് നൗൺ ആയിട്ട് വരുമ്പോൾ വേറൊരു മീനിങ് കൂടെ ഉണ്ട്. ദാറ്റ് മീൻസ് ലീനേജ്. നമ്മുടെ തായ്വേര് എന്നൊരർത്ഥം കൂടെ ഉണ്ട് അല്ലെ? ഡിസെന്റ്, ഈ അർത്ഥം കൂടെ ഉണ്ട്. ഓക്കെ, അതൊന്നും ഓർത്ത് വെച്ചോണേ. ഡിസെന്റ്, തായ്വേര്. നമ്മുടെ വെർ ഇസ് യു ഡിസെന്റ്, അല്ലെ ഹു ആർ യു ഡിസെൻഡൻസ് എന്നൊക്കെ പറയില്ലേ? ആ സംഗതി, ആ ഡിസെന്റ് എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. അഡീഷണൽ ഇൻഫോ ആണ്, കൺഫ്യൂസിങ് വേർഡ്സ് വരുന്നതാണ്, ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ക്ലിയർ ഐ ഗസ്. അതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ കൺഫ്യൂസിങ് വേർഡ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ എഴുതുമ്പോൾ സ്പെല്ലിംഗ് മാറിപ്പോയ മീനിങ് കംപ്ലീറ്റ് ആയിട്ട് മാറും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുവാണേ. ഓക്കെ, the debts continue to mount up. Yes, great. The kids mounted the rope. Ropeway. Ropeway ഒറ്റ വാക്കാണേ ദീപ. റോപ്പ് ഒറ്റ വാക്ക്, അല്ലെങ്കിൽ ഹൈഫനേറ്റഡ് ആയിട്ട് കൊടുക്കൂ. ആസ് സൂൺ ആസ് ദേ റീച്ച്ഡ് പാർക്ക്. റീച്ച്ഡ് പാർക്ക് അല്ല, ആസ് സൂൺ ആസ് ദേ റീച്ച്ഡ്. കാരണം പാസ്റ്റ് ടെൻസ് അല്ലേ? ദ കിഡ്സ് മൗണ്ടഡ് അല്ലേ? അപ്പൊ പിന്നെ ആസ് സൂൺ ആസ് ദേ റീച്ച്ഡ് എന്ന് കൊടുക്കണം. റീച്ച്ഡ് ദ പാർക്ക് കൊടുക്കണം കേട്ടോ. ടെൻസ് മാറിപ്പോയത്. ഒരു സെന്റൻസ് തന്നെ ടെൻസ് ഉണ്ടാവുമ്പോൾ തെറ്റല്ലേ? ഐ ക്ലൈം ദ മൗണ്ടൻ അല്ല. ഞാൻ മൗണ്ടൻ ക്ലൈംബ് ചെയ്യാറുണ്ട്. ഓക്കെ, അത് കറക്റ്റ് ആണ്, തെറ്റൊന്നുമില്ല ഇതിൽ. Entire economy is mounted. All right, is increased. Okay, the government mounted the saving schemes interest for the very new financial year. All right, clear. Okay ആണേ, അടുത്തോട്ട് പോകാം. നെക്സ്റ്റ് വേർഡ്. അടുത്ത വേർഡ് ഇസ് ത്രൈവ്. ത്രൈവ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ? ത്രൈവിംഗ് എക്കോണമി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കാം. ING ഫോമിൽ വരുമ്പോൾ അതിനെ നമ്മൾ ഇതായിട്ട് ഉപയോഗിക്കില്ലേ? അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കില്ല. അപ്പോൾ ത്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് വളരെ ബൂമിംഗ് ആയിട്ടുള്ള,
അല്ലേ? വളരെ ബ്ലൂമിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഫ്ലറിഷിംഗ് ആയിട്ടുള്ള, പ്രോസ്പെറസ് ആയിട്ടുള്ള, ബർജനിങ് ആയിട്ടുള്ള എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ത്രൈവിങ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷനിൽ ഉപയോഗിക്കുന്ന കേട്ടോ. ത്രൈവിങ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന കേട്ടോ. അപ്പോൾ ത്രൈവ് ചെയ്യുക മീൻസ് ഫ്ലറിഷ് ചെയ്യുക. അപ്പോൾ ത്രൈവിൻ്റെ ഓപ്പോസിറ്റ്, ഐ മീൻ ത്രൈവിങ്ങിൻ്റെ മീനിങ് ആണ് ഡെവലപ്പിംഗ്, അഡ്വാൻസിങ്, ഫ്ലറിഷിംഗ്, ബ്ലൂമിങ് എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ സിനിമയായിട്ട് ത്രൈവ് എന്ന വെർബിന്റെ സിനിമയായിട്ട് വരുമ്പോൾ ഫ്ലറിഷ് ചെയ്യുക, പ്രോസ്പർ ചെയ്യുക, ബർജൻ ചെയ്യുക. അത് പ്രോസ്പർ രണ്ടെടുത്ത് വന്നിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക, മറ്റാ പ്രൊലിഫറേറ്റ് ചെയ്യുക, ബ്ലൂം ചെയ്യുക ഒക്കെയാണ് അതിൻ്റെ അർത്ഥം. ഡെവലപ്പ് ചെയ്തൊക്കെ പറയട്ടോ, ഡെവലപ്പ്, എക്സ്പാൻഡ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ പറയും. ഓക്കെ. അപ്പം ആന്റണിം എന്താ? നേരെ ഓപ്പോസിറ്റ്. ഒരു കാര്യത്തിന് ഡെവലപ്മെന്റ് നടക്കുമ്പോൾ അതിന് എന്ത് നടക്കുവാണ്? അതിന് ഡിക്ലൈൻ സംഭവിക്കും. ഡിക്ലൈൻ ചെയ്യുക, ഫെയിൽ ചെയ്യുക, സ്ട്രഗിൾ ചെയ്യുക, ഫ്ലോണ്ടർ ചെയ്യുക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പം ത്രൈവിന്റെ ഓപ്പോസിറ്റ് ആണ് ഫ്ലറിഷ്, ഫ്ലോണ്ടർ ഓപ്പോസിറ്റ് വരും അങ്ങനെ. അപ്പോൾ ഡിക്ലൈൻ ചെയ്യുക, ഫെയിൽ ചെയ്യുക. അപ്പോൾ ത്രൈവിംഗ് ബിസിനസ്സിന് ഓപ്പോസിറ്റ് ആയി ഡിക്ലൈനിങ് ബിസിനസ്, ഫെയിലിംഗ് ബിസിനസ്, സ്ട്രഗ്ലിംഗ് ബിസിനസ്, ഫ്ലോണ്ടറിംഗ് ബിസിനസ് ഒക്കെ പറയും. ഡിക്ലൈനിങ് കമ്പനി അല്ലെങ്കിൽ ഫ്ലൗണ്ടറിംഗ് കമ്പനി ഒക്കെ പറയും. ഓക്കെ. ഒന്ന് ഇപ്പൊ എക്സാമ്പിൾ നോക്കി, എഡ്യൂക്കേഷൻ ഗ്രൂപ്പ്സ് ത്രൈവ് ഓൺ ഓർഗനൈസേഷൻ അല്ലെ? എഡ്യൂക്കേഷൻ ഗ്രൂപ്പ്സ് എന്തിന്റെ ബേസിസിലാണ്? ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പരിപാടി തീർന്നു അല്ലെ? സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഫ്ലറിഷസ് അല്ലെ, അല്ലെങ്കിൽ ത്രൈവ്സ് എന്നർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ സിനോണിം ആണത്. ആന്റണിം ആയിട്ട് വരുമ്പോൾ ഡിക്ലൈൻ ചെയ്യുക, ഫെയിൽ ചെയ്യുക, സ്ട്രഗിൾ ചെയ്യുക എന്നൊക്കെ ഉള്ള അർത്ഥം വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെന്റൻസ് പോകുന്നുണ്ട്. യെസ്, എവിടെയാണോ ഡൗട്ട് ചോദിച്ചോ? സെന്റൻസ് ഞാൻ നോക്കാവേ. The crime rate of India mounted these days. Yes, അവിടെ ഒരു പ്രശ്നം ഉണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ഈ ദീസ് ഡേയ്സ് പറയുമ്പോൾ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പ്രസന്റ് വരണ്ടേ? അവിടെ ഒന്നും കൊടുക്കണ്ട, മൗണ്ടഡ് കൊടുക്കണ്ട. ദ ക്രൈം റേറ്റ് ഓഫ് ഇന്ത്യ മൗണ്ട്സ് ദീസ് ഡേയ്സ്. അല്ലെങ്കിൽ കൊടുക്കാം ദ ക്രൈം റേറ്റ് ഓഫ് ഇന്ത്യ ഇസ് മൗണ്ടിങ് ദീസ് ഡേയ്സ്. ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അതും കറക്റ്റാണ്. പ്രസന്റ് കണ്ടിന്യൂസ് കൊടുത്താലും കുഴപ്പമില്ല, ഓക്കെയാണ്. പാസ്റ്റ് ടെൻസ് കൊടുക്കാൻ പറ്റില്ല. ടെൻസിന് മാത്രം പ്രശ്നമുണ്ടേ. ദ ക്രൈം റേറ്റ് ഓഫ് ഇന്ത്യ മൗണ്ട്സ് ദീസ് ഡേയ്സ് അല്ലെങ്കിൽ ഈസ് മൗണ്ടിങ് ദീസ് ഡേയ്സ് കൊടുക്കാം. അപ്പൊ സെറ്റ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ അതില്? ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വാട്ടർ മെട്രോ ത്രൈവ് ദ ടൂറിസം സെക്ടർ ഇൻ കൊച്ചി. കൊച്ചിയുടെ കെ ക്യാപിറ്റൽ അശ്വിനി. കാരണം പ്ലേസ് ആണ്. പ്രോപ്പർ നൗണ് വരുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണ്ടേ അല്ലേ? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ പ്രോപ്പർ നൗൺസിന് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാൻ മറക്കണ്ട. അപ്പൊ അത് ഓക്കെ അല്ലേ? I would like to thrive my business in tourism. Great, Vishan. Business cannot thrive without investment. Asuni ആണ് അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ തീർന്നില്ലേ അല്ല? ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പൊ ത്രൈവ് ഓക്കെ ആണേ. അടുത്ത വാക്ക് നോക്കുക, മോറിബണ്ട്. മോറിബണ്ട് എന്താ മോറിബണ്ടിന്റെ അർത്ഥം? മോറിബണ്ട് ഇസ് ആൻ അഡ്ജക്റ്റീവ്. ഷെയ്ച്ച് നമ്മൾ പറയല്ലേ, മോർട്ടൽ ആയിട്ടുള്ള, മോർട്ടൽ അല്ല, മോർട്ടൽ മീൻസ് മരണമുള്ളതാണ്. എന്താ പറയാ, മോറിബണ്ട് എന്ന് പറഞ്ഞാൽ ഡൈയിങ് ആണ്, ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ? എക്സ്പയറിംഗ് ആയിട്ടുള്ള, ഫോളൻ ആയിട്ടുള്ള, വിത്തറിംഗ് ആയിട്ടുള്ള, ഡെഡ് അല്ലെങ്കിൽ ഫെയ്ഡിങ്. ഡിഫങ്ക്ട്. ഡിഫങ്ക്ട് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനിങ് അല്ലാത്ത കേട്ടോ. ഫംഗ്ഷനിങ് അല്ല, അതിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഡിസ്ഫങ്ഷനിങ് ആണ്, മൽഫങ്ഷനിങ് ആണ്. അപ്പോൾ എന്താ പറയാ, ഡിഫങ്ക്ട്. ഇനാനിമേറ്റ്. ആനിമേറ്റ് ആകുമ്പോൾ ലൈവ്ലി ആണ്. മൊറിബണ്ട് അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് അനിമേറ്റ് ആണ്, ലിവിങ് ആണ്, ലൈവ്ലി ആണ്, എക്സിസ്റ്റിംഗ് ആണ്, അലൈവ് ആണ്, റിക്കവറിംഗ് ആണ്, ത്രൈവിംഗ് ആണ്. ത്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അല്ലെ? ജീവിച്ച് അങ്ങ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊറിബണ്ട് നേരെ ഓപ്പോസിറ്റ് വരും. മൊറിബണ്ട് ഇസ് ഡൈയിങ് ആണ്. മനസ്സിലായോ? എക്സ്പയറിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ ഫോളൻ ആണ്, വിത്തറിംഗ് ആണ്, അല്ലെ? ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന, വീക്കനിങ് ആയിട്ടുള്ള, ഫെയ്ഡിങ് ആയിട്ടുള്ള, റൂയിനിങ് ആയിട്ടുള്ള, ഡിഫങ്ക്ട് ആയിട്ടുള്ള, ഇനാനിമേറ്റ് ആയിട്ടുള്ള എന്നൊക്കെ പറയും. ഓപ്പോസിറ്റ് ആണ് ത്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, റിക്കവറിംഗ് ആയിട്ടുള്ള, അലൈവ് ആയിട്ടുള്ള, ലൈവ്ലി ആയിട്ടുള്ള, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, ലിവിങ് ആയിട്ടുള്ള, ആനിമേറ്റ് ആയിട്ടുള്ള എന്നൊക്കെ നമുക്ക് പറയാം. ആന്റണിം അഡ്ജക്റ്റീവ് ആണ്, മറക്കരുത്. അതിന്റെ ആന്റണിംസ് ഓപ്പോസിറ്റ്സ് ആണ് പറയും. ഓക്കെ. ഓൺ ദ ഡേ ഓഫ് എക്സാമിനേഷൻ ഷി വാസ് മോറിബണ്ട് ആൻഡ് ഡീഹൈഡ്രേറ്റഡ് അല്ലെ? എക്സാമിന്റെ ദിവസത്തിന് എന്താ പറ്റിയേ? ഷി വാസ് മോറിബണ്ട്, ഷി വാസ് എക്സ്പയറിംഗ്, ഷി വാസ് ഫെയ്ഡിങ് അല്ലെ? അവൾ ആകെപ്പാടെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡീഹൈഡ്രേറ്റഡ് ആയിരുന്നു അല്ലെ? ഡീഹൈഡ്രേറ്റഡ് അല്ലെ? വെള്ളമൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയില്ല, വരണ്ടിരിക്കുന്ന അവസ്ഥ. വരണ്ട് ഇരിക്കുന്നു, വരണ്ടല്ല, വരണ്ട്. ഓക്കെ, അതാണ് ഡിഹൈഡ്രേറ്റ്. ക്ലിയർ ഐ ഗസ്? യെസ്. സെന്റൻസ് പോരട്ടെ. ഓക്കെ. Ram thrived in his business. All right, that's great. My project was thrived when I got ന്റെ I ക്യാപിറ്റൽ കൊടുക്കണേ ഹർഷ. കാരണം എന്താ, എപ്പോഴും നമ്മൾ I, ഞാൻ എന്ന അർത്ഥം വരുന്ന I കൊടുക്കുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ. പ്രൊനൗൺ ആയിട്ട് I കൊടുക്കുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. when I got proper assistant, proper assistant from my teacher. That's great. The beauty industry is now thriving
on weekend products. Yes. Economic crisis, thriving in the new age. അരുണേ അവിടെ വെർബ് ത്രൈവിംഗ് ആണോ? വെർബ് ത്രൈവിംഗ് ആണോ? അപ്പൊ വെർബ് ത്രൈവിംഗ് ആണെങ്കിൽ അവിടെ ഈസോ അല്ലെങ്കിൽ ആറ് കൊടുക്കണമായിരുന്നു. പ്ലൂറൽ ആണെങ്കിൽ ആറ്, സിംഗുലർ ആണ് ഈസ്. സിംഗുലർ ആണ്, ക്രൈസിസ് അല്ലേ? അപ്പൊ എന്ത് കൊടുക്കാം? ഇക്കണോമിക് ക്രൈസിസ് ഈസ് ത്രൈവിംഗ് ഇൻ ദ ന്യൂ ഏജ് അല്ലെ? ഈസ് ഓക്സിലറി വെർബ് ഇല്ലാതെ പറ്റില്ല. കണ്ടിന്യൂസ് ടെൻസ് കൊടുക്കുവാണെങ്കിൽ ഈസ്, ആറ്, ആം, വോസ്, വേർ ഇതിൽ ഏതിലും ഒരു ഓക്സിലറി വെർബ്, ഹെൽപ്പിംഗ് വെർബ് കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ആരും ശ്രദ്ധിച്ചോളൂ. ഇക്കണോമിക് ക്രൈസിസ് ഈസ് ത്രൈവിംഗ് ഇൻ ദ ന്യൂ ഏജ്. ഓക്കെ. The moribund plant thrived due to unexpected rainfall. Great. The inner child in him is moribund amongst the chaos. Great. When I am moribund, Vishande അവിടെ വീണ്ടും I എന്ന pronoun നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ മറക്കല്ലേ. When I am moribund, when she let me alone. അവിടെ രണ്ട് വെന്ന് വരാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു എടുത്ത് I am moribund when she let me alone എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ when I am moribund she let me alone എന്ന് കൊടുത്തു. രണ്ടിടത്തിൽ ഏതെങ്കിലും ഒരിടത്ത് വെന്ന് കൊടുത്തു. രണ്ടിടത്ത് എവിടെ വെന്ന് കൊടുത്താലും കറക്റ്റ് ആണ് ആൻസർ. സെന്റൻസ് കറക്റ്റ് ആണ്. ഒരു വെന്നെ വരാൻ പറ്റും, രണ്ട് വെന്ന് വരാൻ പറ്റില്ല. അപ്പോൾ അത് തെറ്റും. ഓക്കെ, വിശാന്തിന് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കും. ത്രൈവിംഗ് ത്രൂ ഫെയിലിയേഴ്സ് ഇസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. ഓൾ റൈറ്റ്. ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണോ വലിയതായിട്ട് എഴുതിയത്? ക്യാപിറ്റൽ ലെറ്റർ ഒക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ. എല്ലാവരുടെ സെൻസ് വായിച്ചിട്ടേ പോകുള്ളൂ. ഹി സീംസ് ടു ത്രൈവ് ഓൺ ഹിസ് സ്ട്രെസ്. ഓൾ റൈറ്റ്. We were moribund when the mountain trip was over. Okay. The moribund adversary board was replaced by a new one. Great. India's GDP thrives on service sector. All right. Ethics seems moribund in work culture. All right. Dying. Okay, that's great. Our sentence correct alle? Okay alle? Moribund okay alle? നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്? അപ്പോൾ അവിടുത്തെ ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ. Let's move to the next word. അടുത്ത വേർഡ് നോക്കാം. അടുത്ത വേർഡ് is reconcile ചെയ്യുക. Reconcile. നമ്മളെന്താ റിക്കൺസൈൽ ചെയ്യുമ്പം അടി വഴക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വഴക്കൊക്കെ ഒത്തുതീർപ്പാക്കുക അല്ലെ? റീയുണൈറ്റ് ചെയ്യുക. ഒരു യുണൈറ്റ് അല്ല, ഓൾറെഡി പിരിഞ്ഞിരിക്കുന്ന ആൾക്കാർ റിക്കൺസൈൽ ചെയ്യുമ്പോൾ ദേ ആർ കൂടിച്ചേരൽ അല്ലെ? കൂടിച്ചേരൽ ചെയ്യുന്ന ഒരു കാര്യമാണ് റിക്കൺസൈൽ ചെയ്യപ്പെടുക അല്ലെ? നൗൺ ആകുമ്പോൾ നമ്മൾ എന്ത് പറയും? റിക്കൺസിലേഷൻ. റിക്കൺസിലിയേഷൻ നൗണ്. റിക്കൺസിലിയേറ്ററി എന്നൊക്കെ പറയുമ്പോൾ അഡ്ജക്റ്റീവ് ആയിട്ട് പറയും. റിക്കൺസിലിയേറ്റിംഗ് എന്ന ANG ഫോമിൽ അഡ്ജക്റ്റീവ് ഉണ്ട് കേട്ടോ. റിക്കൺസിലിയേഷൻ നൗൺ. ഓക്കെ. അപ്പോൾ സിനോണിംസ്: പാസിഫൈ ചെയ്യുക, റിയൂണൈറ്റ് ചെയ്യുക, മീനിങ് പാസിഫൈ ചെയ്യുക അല്ലെങ്കിൽ സമാധാനിപ്പിക്കുക, അപ്പീസ് ചെയ്യുക, അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുക അല്ലെ? കൂടിച്ചേർക്കുക, കമ്പൈൻ ചെയ്യുക, അഡാപ്റ്റ് ചെയ്യുക അല്ലെ? പുതിയതായിട്ട് ഒരാളെ അഡാപ്റ്റ് ചെയ്യാണ്, നമ്മളൊരു കാര്യത്തോട് അഡാപ്റ്റ് ചെയ്യാണ്, അതിനോട് എന്ത് ചെയ്യാണ്? നമ്മളതിനോട് ചേർന്ന് പോവാണ്, അലൈൻ ചെയ്യുക. ഇതൊക്കെ റീകൺസൈലിന്റെ സിനോണിംസ് ആയിട്ട് നമ്മൾ പറയും. ആന്റണിമായിട്ടോ എസ്ട്രെയിൻ ചെയ്യുക. എസ്ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിട്ടു നിൽക്കുകയാണ്. ആൾക്കാരിൽ നമ്മളിങ്ങനെ എസ്ട്രെയിൻ ചെയ്യുമ്പോൾ യു ആർ ഡിറ്റാച്ചിങ് ഫ്രം ദാറ്റ് പേഴ്സൺ അല്ലെ? ഡിറ്റാച്ച് ചെയ്യപ്പെടുകയാണ്. എസ്ട്രെയിൻ ചെയ്യുമ്പോൾ യു ഡിറ്റാച്ച് ഫ്രം ദാറ്റ് പേഴ്സൺ ഓർ അപ്സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് വിട്ട് ഡിറ്റാച്ച് ചെയ്യപ്പെടുക കേട്ടോ. അത് പിന്നെ അപ്സെറ്റ് ചെയ്യുക, ഒരാളെ അങ്ങ് അപ്സെറ്റ് ചെയ്യിപ്പിക്കുക. ഡിസ്റപ്റ്റ് ചെയ്യുക, തടസ്സപ്പെടുത്തുക. ഡിസ്റ്റർബ് ചെയ്യുക, കൺഫ്യൂസ് ചെയ്യുക, ഡിസറേ ചെയ്യുക എന്നൊക്കെ പറയും. ഓക്കെ. ഡിസറേ ഡിസോർഗനൈസ് ചെയ്യുക, അതൊക്കെ കേട്ടോ, അതാണ് അർത്ഥം. ഇപ്പോൾ കൺഫ്യൂസ് ചെയ്യുക, ഡിസറേ ചെയ്യുക, ഡിസ്റ്റർബ് ചെയ്യുക, ഡിസ്റപ്റ്റ് ചെയ്യുക, അപ്സെറ്റ് ചെയ്യുക, എസ്ട്രെയിൻ ചെയ്യുക എന്നൊക്കെയുള്ളതാണ് നമുക്ക് ആന്റണിം ആയിട്ട് പറയാം, ഓപ്പോസിറ്റ് ആയിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ റീകൺസൈൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ പാസിഫൈ ചെയ്യുക, സമാധാനിപ്പിക്കുക, അപ്പീസ് ചെയ്യുക, അല്ലെ കോർഡിനേറ്റ് ചെയ്യുക, കമ്പൈൻ ചെയ്യുക, അഡാപ്റ്റ് ചെയ്യുക, അലൈൻ ചെയ്യുക എന്നൊക്കെ പറയും. ഇപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് പറയുമ്പോൾ എസ്ട്രെയിൻ ചെയ്യുക, അപ്സെറ്റ് ചെയ്യുക, ഡിസ്റപ്റ്റ് ചെയ്യുക, ഡിസ്റ്റർബ് ചെയ്യുക, കൺഫ്യൂസ് ചെയ്യുക, ഡിസറേ ചെയ്യുക എന്നൊക്കെ നമുക്ക് ആന്റണിംസ് ആയിട്ട് പറയാം. എക്സാമ്പിൾസ് അതിനടുത്ത് നോക്കിയേ. He sought my advice on how to reconcile the conflict. അല്ലെ? How to pacify, ഒത്തുതീർപ്പാക്കുക the conflict, reconcile the disagreement, reconcile the എന്താ പറയുക ഫൈറ്റ് എന്നൊക്കെ പറയില്ലേ? That's it. Okay, reconcile ഓർത്ത് വെച്ചോണം. That's a word, reconcile. Okay, sentencesലോട്ട് വരാം അല്ലേ? Let's move to the sentences. അപ്പോൾ ഇവിടം വരെ എത്തി നമ്മൾ. North Korea is a moribund nation because of famine. All right. The beggar seems to be moribund. All right. The one who അല്ല, വണ്ണിന്റെ കൂടെ ഒരിക്കലും നമ്മൾ എന്താ പറയുക? വണ്ണിന്റെ കൂടെ ഒരിക്കലും നമ്മൾ എന്ത് റിലേറ്റീവ് പ്രൊനൗൺ ഹൂ കൊടുക്കില്ല, അതൊരു തെറ്റാണ്. The one that കേട്ടോ. അരുണെ പ്രൊനൗണിന്റെ ചാപ്റ്റർ ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. വൺ, എവ്രി വൺ, സംവൺ, എനിത്തിങ്, സംതിങ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ്, അതുപോലെ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസിന്റെ കൂടെ നമ്മൾ ഒരിക്കലും റിലേറ്റീവ് പ്രൊനൗൺ ഹൂ കൊടുക്കില്ല, ദാറ്റ് കൊടുക്കുള്ളൂ. ഓക്കെ. സോ എന്ത് കൊടുക്കണം? ദ വൺ ദാറ്റ്.
The one that do so much. പിന്നെ do പറ്റില്ല, one സിംഗുലർ അല്ലേ, അപ്പം എന്ത് കൊടുക്കണം? The one that does so much in mining is in an extreme moribund. In an extreme moribund പറയില്ല, എന്നാ അറിയോ? In an extreme moribund situation കൊടുത്തു. Moribund എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് മാത്രം, ഇറ്റ്സ് നോട്ട് എ നൗൺ. moribund ഒരു അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ അവിടെ നൗണിന്റെ ആവശ്യമുണ്ട്, കാരണം ആൻ എക്സ്ട്രീം എന്ന് കൊടുത്തിട്ടുണ്ട്, ആൻ വരുന്നത് നൗണിനല്ലേ, അല്ലേ? moribund എന്ന അഡ്ജക്റ്റീവിന് ആൻ കൊടുക്കാൻ പറ്റില്ല, നൗണിനാണ് നമ്മൾ ആൻ കൊടുക്കുക. അപ്പൊ കൊടുക്കണം, തെരുത്തിന്റെ കാര്യങ്ങൾ പറയാനുണ്ടേ. The one that, ഹൂവിന് പകരം ദാറ്റ് കൊടുക്കുക. ഡു അല്ല, ഡസ്. വൺ എന്ന് പറഞ്ഞ ഒറ്റേ ഉള്ളൂ, സിംഗുലർ ആണെന്നുകൊണ്ട് ഡസ് സോ മച്ച് ഇൻ മൈനിങ് ഈസ് ഇൻ an extreme moribund situation. Okay, or scenario, situation, scenario ഒക്കെ പറയാം. The new peer group help അല്ല, ഗ്രൂപ്പ് അല്ല, ഒറ്റ ഗ്രൂപ്പിനെ പറ്റിയല്ല ഷിനു പറയുന്നത്. അപ്പൊ ഹെൽപ്സ്, the new peer group helps her to reconcile with each other. Okay, each other അല്ല, ഇത്രയും ഗ്രൂപ്പ് ആകുമ്പോൾ ആൾക്കാർ കുറച്ചുണ്ടാവുമല്ലോ, അപ്പൊ each other പറയേണ്ട one another. പരസ്പരം പരസ്പരം റിക്കൺസൈൽ ചെയ്യുക, one another എന്ന് പറയാം. ഓക്കെ, രണ്ടുപേരെ ഉള്ളെങ്കിലേ each other പറയുള്ളൂ. ഇപ്പൊ നമ്മൾ the couple reconciled with each other എന്ന് പറയാം, കാരണം ഒരാള് രണ്ടുപേരും കൂടെ അല്ലേ, അതുകൊണ്ട്. Yes, reconciliation of refugees is a major issue nowadays. Yeah. Alumni of Maharajas College are planning for reconciliation next month. അങ്ങനെയല്ല, alumnus, alumna, അത് രണ്ടും നമ്മൾ ജെൻഡർ വെച്ച് പറയുകയാണേ. ശില്പ ശ്രദ്ധിച്ചോ, ആലംന എന്ന് പറഞ്ഞ ഫെമിനിൻ ആയിട്ടുള്ള സിംഗുലർ ആണ്. അലംനൈ അല്ല, അലംനസ് എന്ന് പറഞ്ഞ എന്താ പറയാ, മസ്കുലിൻ ആയിട്ടുള്ള സിംഗുലർ ആലംനസ്. ആലംന ഫെമിനിൻ സിംഗുലർ. പ്ലൂറൽ ആവുമ്പം ആലംനായി, ആലംനായി, ALUMNI. അപ്പൊ അത്രയും പേരല്ലേ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നല്ല ശില്പ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൊടുക്കാം, alumni of Maharajas College are planning, not alumni അല്ല, planning for reconciliation next month. അത് തെറ്റാ കേട്ടോ, വളരെ തെറ്റായ ഒരു സാധനമാണ്. Reconciliation in a broken marriage is hard when you already lost the mutual trust. Okay, that's it. അവിടെ ഒരു ഇതുണ്ടേ, reconciliation in a broken marriage is hard, present tense അല്ലേ കൊടുക്കുക. അപ്പൊ when you already left കൊടുക്കാൻ പറ്റില്ല, when you have already lost കൊടുത്തു. അതൊക്കെ പ്രസന്റ് ടെൻസിലാവുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് കൊടുത്തു, when you have already lost എന്ന് കൊടുത്തു. അതാ കറക്റ്റ് കേട്ടോ ദീപ. reconciliation in a broken marriage is hard when you have already lost the mutual trust എന്ന് പറഞ്ഞു. I reconciled with my friend after 2 years. All right. Jack and Jill reconciled after a long time. Okay. Reconciliation methods went to wane when both of them decided to part ways. All right. I can't reconcile those two ideas. All right. It is difficult to reconcile Russia and Ukraine. Okay. United Nations tried maximum to reconcile the war between countries. Okay. After breakup, we reconcile with each other. Reconcile, എന്ത് reconcile ചെയ്യും? Fight reconcile ചെയ്യും. അപ്പോൾ എന്ത് പരസ്പരം reconcile ചെയ്യണം, reconcile with each other. Sometimes it is impossible to reconcile the practical thoughts and the socially constructed norms. All right. The world reconciled fighting against COVID-19 pandemic. Okay. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ശില്പയ്ക്ക് അത് ക്ലിയർ ആവാൻ വേണ്ടി ഞാനൊന്ന് എഴുത്തരാം. ഇനി മറന്ന് എങ്കിൽ ശ്രദ്ധിക്കാതെ പോയെങ്കിൽ ഇതാവണ്ടെന്ന് ഓർത്താം. അലംനസ് സിംഗുലർ ആണ്, പക്ഷെ അത് മസ്കുലിൻ ആണ്. ഓക്കെ, അലംന സിംഗുലർ ആണ്, പക്ഷെ ഫെമിനിൻ. ക്ലിയർ? പിന്നെ പ്ലൂറൽ അല്ലേ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അലംനൈ, അലംനൈ, അലംനൈ അസോസിയേഷൻ എന്ന് പറയും. പ്ലൂറൽ ജെൻഡർ ഇല്ല. സിംഗുലറിന് ജെൻഡർ, പ്ലൂറലിന് ജെൻഡർ ഇല്ല. അലംനൈ. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോണേ. എഴുതുമ്പോഴേ എവിടെയെങ്കിലും ഒക്കെ തെറ്റുപറ്റായിരിക്കാൻ വേണ്ട. ഓക്കെ,
So that's it. I reconciled a new procedure in my office. That's great. Moving on, next word. Fabled. Fabled. Fable നമുക്കറിയാലേ, ആനിമൽ ഫേബിൾ കേട്ടിട്ടില്ലേ? അതായത് ആനിമൽ കഥകൾ അല്ലെ, ആനിമൽ കഥകളിനെ നമുക്ക് വിളിക്കും ആനിമൽ ഫേബിൾ. ഫേബിൾ ഇസ് എ നൗൺ. ഫേബിൾഡ് അഡ്ജക്റ്റീവ്. ഓക്കെ, ഫേബിൾഡ് ആയിട്ടുള്ള എന്നുള്ള ഒരു അഡ്ജക്റ്റീവ് ഉണ്ട്. ഫേബിൾ അതിന്റെ നൗൺ ആയിട്ട് നമ്മൾ പറയും. കാര്യം ഫേബിൾ, ഇറ്റ്സ് എ ഫേബിൾ, അതൊരു ഫേബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റോറി എന്നാണ്, ഇറ്റ്സ് എ ടെയിൽ, അതൊരു കഥയാണ് എന്ന് പറയും. അത് കഥ നമ്മൾ ബിൽഡപ്പ് ചെയ്തൊരു കാര്യമല്ലേ. കഥ ഈസ് സംതിങ് ദാറ്റ് വി ബിൽഡ് അപ്പ്, വി മേക്ക് അപ്പ്, നമ്മൾ ഇൻവെന്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് അല്ലെ. അതിന്റെ ഫേബിൾ എന്ന് പറയാം. ഫേബിൾ. ഓക്കെ, ഫേബിൾഡ് എന്ന് പറഞ്ഞാൽ ലെജൻഡറി ആയിട്ടുള്ള അല്ലെ. ലെജൻഡറി ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ കേട്ട് പരിചയമുള്ള ഒരു മിത്തിക്കൽ ആയിട്ടുള്ള സാധനം, അതാണ് ലെജൻഡറി എന്ന് പറയാം. ഒരു ലെജൻഡ് ആണ് ഇതെന്ന് പറയില്ല. ലെജൻഡ് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ കേട്ട് പരിചയമുള്ള സംഗതിയാണ്. റിനൗണ്ട് ആണ്, ഭയങ്കര ഫേമസ് ആണ്, അതാണ് ഫേബിൾഡിന്റെ രണ്ടർത്ഥം വരിക. ഒന്ന് ലെജൻഡറി, പണ്ടുള്ള മിത്തിക്കൽ ആയിട്ടുള്ള സാധനം, ആൻഡ് റിനൗണ്ട് ആയിട്ടുള്ള, രണ്ട് മീനിങ് ഉണ്ട്. സോ സിനോണിമായിട്ട് വരുമ്പോൾ മിത്തിക്കൽ, ഇമാജിനറി, ഹീറോയിക് എന്നൊക്കെ പറയും. ലെജൻഡറി ഹീറോയിക് ആണെന്ന് പറയും. അപ്പോ റിനൗണ്ട് ആണെന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റഡ് ആണ്, എല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത് ഭയങ്കര പേര് ഉള്ള അല്ലെ, ഫേമസ് ആണ്, വെൽ നോൺ ആണ്, അക്ലെയിംഡ് ആണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോ ആന്റണിയുമായിട്ട് വരുമ്പോൾ റിയൽ ആണ്, ഉള്ളതാ അല്ല, ഇറ്റ്സ് നോട്ട് അൺറിയൽ. ഫേബിൾഡ് ഈസ് അൺറിയൽ ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ അൺറിയൽ ആണ്, സോറി റിയൽ ആണ്, ഹിസ്റ്റോറിക്കൽ ആണ്. പഴയ ഹിസ്റ്റോറിക്കൽ ആൻഡ് ഹിസ്റ്റോറിക് ഡിഫറെന്റ് ആണ്. ഹിസ്റ്റോറിക് ഫേമസ്, ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ ഉള്ള സാധനം. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ സെലിബ്രേറ്റഡ് ഫേമസ് ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ അൺനോൺ ആണ്, അത്ര റിനൗണ്ട് അല്ല, അറിയില്ല. ഡിറൈഡഡ് ആണ്, അൺസങ്, അങ്ങനെ പിന്നെ പാടി പുകഴ്ത്തിക്കിയ കഥയല്ല, ദാറ്റ് ഈസ് അൺസങ്. അതാണ് ഫേബിൾഡ്. ഓപ്പോസിറ്റ് ആന്റണിയുമായിട്ട് വരുന്നത് കേട്ടോ. നോക്കാം. ദ മൂവി മെൻഷൻഡ് ദ ഫേബിൾഡ് മഹിഷ്മതി കിങ്ഡം. ഓർമ്മയില്ലേ നമ്മുടെ ബാഹുബലിയിലെ മഹിഷ്മതി കിങ്ഡം? സോ ദ മൂവി മെൻഷൻ ദ ഫേബിൾഡ്, ലെജൻഡറി ഓർ റിനൗണ്ട് എന്ന മീനിങ്ങിലാണ് പറയാ. മഹിഷ്മതി കിങ്ഡം ഉണ്ടാക്കിയെടുക്കപ്പെട്ടതായിരിക്കാം, ഓർ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഫേമസ് ആയിട്ടുള്ള മഹിഷ്മതി കിങ്ഡത്തെ പറ്റി എന്നുള്ളതാണ് അവിടെ. ഓക്കെ, ക്ലിയർ അല്ലേ? I hope that is clear to you. Sentence പറയാം. Okay, that's it. Reconciliation statement ഓ, അതെന്താ അങ്ങനെ ചോദിച്ചേ? എന്താണെന്നാണ് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്? അത് കൃത്യമായിട്ട് അറിയില്ല, ഞാൻ നോക്കാം എന്താന്നുള്ളത്. ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാം, ഫോർമൽ ആയിട്ട് സാധനമായിരിക്കാം, ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല ഇതുവരെ. ലെറ്റ് മീ സി. റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നാ ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പറയാം. ഓക്കെ, റിക്കൺസിലിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുമിക്കുക, യുണൈറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് റിലേറ്റഡ് എന്തെങ്കിലും ആയിരിക്കാം. നോക്കിയിട്ട് പറയാം കേട്ടോ. അതൊരു ഫിനാൻസ് റിലേറ്റഡ് ആയ സാധനമാണ്. റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഫിനാൻസിന്റെ, ബാങ്കിങ് മേഖലയിലുള്ളതാണ്. ഇറ്റ്സ് നോട്ട് ആ ഒരു മീനിങ് വരുന്നതല്ല കേട്ടോ. റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് ദാറ്റ് ബിഗിൻസ് വിത്ത് ദ കമ്പനീസ് ഓൺ റെക്കോർഡ് ഓഫ് ആൻ അക്കൗണ്ട് ബാലൻസ്. ഒരു കമ്പനിയുടെ അക്കൗണ്ട് ബാലൻസ് ഒക്കെ ഇല്ലേ, ഓഡിറ്റ് ഒക്കെ വരുമ്പോൾ അക്കൗണ്ട് ബാലൻസ് ഒക്കെ ഉള്ള ബാലൻസ് ഷീറ്റ് ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു സാധനമില്ലേ, അക്കൗണ്ട്സ്, അതിലുള്ള എത്ര ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അതിന്റെ അമൗണ്ട്സ്, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എല്ലാം കൂടെ കീപ്പ് ചെയ്യുന്ന ഒരു സാധനത്തിനാണ് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് സംതിങ് ഡിഫറെന്റ്. ഇതുമല്ല കേട്ടോ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സാധനമല്ല കേട്ടോ, അങ്ങനെ ഡൗട്ട് വരണ്ട. ഇപ്പൊ നെസ്മൽ ഓക്കെ അല്ലേ? അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മതി, എന്താന്നുള്ളത് ഒരു ഐഡിയ കിട്ടും നിനക്ക്. പിന്നെ എവിടം വരെ എത്തിയാലും നമ്മള് the case resolved with the help of a fabled forensic surgeon. Fabled അല്ല, famous. Okay. House of the Dragon is a fabled series in recent time. Okay. Yes. ഓരോ കാലത്ത് ഓരോന്നായിരുന്നു അല്ലെ. പണ്ട് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ടായി ഇത് വന്നു. പിന്നെ ലോർഡ് ഓഫ് റിങ്സ് ഒക്കെ വന്നായിരുന്നു. അല്ല, അത് നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ അല്ല, അതിന് മുമ്പായിരുന്നു ലോർഡ് ഓഫ് റിങ്സ്. യെസ് യെസ് യെസ്. ഓക്കെ, എവിടം വരെ എത്തി അടുത്തത്? ദ പഞ്ചതന്ത്ര സീരീസ് ഇൻക്ലൂഡ് ഫേബിൾഡ് മോറൽ സ്റ്റോറീസ്. ഓക്കെ, സീരീസിന് സിംഗുലറും ഉണ്ട് പ്ലൂറലും ഉണ്ട്, അതുകൊണ്ട് നമുക്ക് തന്നെ സിംഗുലർ വേർബ് കൊടുക്കാം, പ്ലൂറൽ വേർബ് കൊടുക്കാം. സീരീസ് സിംഗുലറും ആണ് പ്ലൂറലും ആണ്. പഞ്ചതന്ത്ര സീരീസ് ഇൻക്ലൂഡും പറയാം, പഞ്ചതന്ത്ര സീരീസ് ഇൻക്ലൂഡ്സും പറയാം, രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. സിംഗുലറും ആണ് പ്ലൂറലും ആണ്. അപ്പോൾ അക്കോർഡിംഗ് ടു വേർബ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം. ദ വടക്കൻ വീരഗാഥ ഈസ് എ ഫേബിൾഡ് ക്ലാസിക്. യെസ് ഇറ്റ് ഈസ് അല്ലേ? യെസ് ഇറ്റ് ഈസ്. അപ്പൊ ഫേബിൾഡ് അർത്ഥം, ഫേബിൾ എന്താണ്, ഫേബിൾഡ് എന്താണ്, അർത്ഥം കിട്ടിയല്ലോ, അതിൽ ഡൗട്ട് ഒന്നും ഇവിടെ വേണ്ടല്ലോ. ഓക്കെ, അടുത്തോട്ട് പോകാലോ. അടുത്തത്
ഫൗൾ. ഫൗൾ നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കല്ലേ ഫൗൾ അല്ലെ? ഫൗൾ എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേട്ട് പരിചയമുണ്ട് അല്ലെ? ഫൗൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരു കാര്യത്തിന് നമ്മൾ ചീത്തയാക്കളെ ഫൗൾ ചെയ്യുക. ഇറ്റ് ഈസ് ഫൗൾഡ്. ഓ അത് ചീത്തയായി പോയെന്നേ. ഇറ്റ്സ് കണ്ടാമിനേറ്റഡ്, ഇറ്റ്സ് പൊല്യൂട്ടഡ് അല്ലെ? ഫൗൾഡ് ആയിട്ടുള്ള ഫുഡ് ആണെന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഐസ്ക്രീം ഒക്കെ ഡേറ്റ് കഴിയുമ്പോൾ എക്സ്പയറി ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ഇറ്റ്സ് ഫൗൾഡ് എന്ന് പറയും. ദാറ്റ് മീൻസ് ഇറ്റ്സ് മെയ്ഡ് ഡേർട്ടി. അയ്യോ ചീത്തയായി പോയിട്ടോ. വേർബായിട്ട് ഉപയോഗിക്കും ഫൗള്, അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും ഫൗൾ. ഫൗളിന്റെ അർത്ഥം എന്താ? ഡിസ്ഗസ്റ്റിംഗ് അല്ലെ? ഡിസ്ഗസ്റ്റിംഗ് ആണ് ഈ മോശമായിട്ടുള്ള ഫൗൾ. ഐ സെൻസ് എ ഫൗൾ സ്മെൽ അല്ലെ? ഐ സെൻസ് എ ഫൗൾ സ്മെൽ. ഒരു ഫൗൾ സ്മെല്ല് വരുന്നല്ലോ പറയില്ല? ഫൗൾ സ്മെൽ എന്ന് പറഞ്ഞൊരു ഒരു വല്ലാത്തൊരു സ്മെല്ല് അല്ലെ? ഡിസ്ഗസ്റ്റിംഗ് പറയും അല്ലെ? അല്ലെങ്കിൽ റിവോൾട്ടിങ്, ഫൗളിന് വേറെ അർത്ഥങ്ങളുണ്ട്. ഈ പറയുന്ന ചീത്ത എന്നുള്ള അർത്ഥം മാത്രമല്ല, ചതിക്കുന്ന അല്ലെ? അൺഫെയർ ആയിട്ടുള്ള, അൺജസ്റ്റ് ആയിട്ടുള്ള, റിവോൾട്ടിങ് ആയിട്ടുള്ള എന്നൊക്കെ അർത്ഥമുണ്ട്. റിപ്പലന്റ്, റിവോൾട്ടിങ് അല്ലെ? എതിരുള്ള, അങ്ങനെയൊക്കെ നമ്മൾ അർത്ഥം വരുന്നുണ്ട്. ഫൗളിന് പല അർത്ഥങ്ങളുണ്ട്, അതുകൊണ്ടൊന്ന് ഓർത്ത് വെച്ചിട്ടുണ്ട്. റിപ്പലന്റ് ഉണ്ട്, REPELLANT, റിപ്പലന്റ്. ഓക്കെ, ആ അർത്ഥമുണ്ട്. പിന്നെ വേർബായിട്ട് വരുമ്പോൾ പൊല്യൂട്ട് ചെയ്യുക, കണ്ടാമിനേറ്റ് ചെയ്യുക, സ്റ്റെയിൻ ചെയ്യുക, ഡിഫൈൽ ചെയ്യുക എന്നൊക്കെ പറയും. ആന്റണിം എന്താ? പ്യൂരിഫൈ ചെയ്യുക അല്ലെ? ഫൗൾ ചെയ്യാവുന്ന ചീത്തയാക്കുക, പ്യൂരിഫൈ ചെയ്യുക ക്ലീൻ ആക്കുക അല്ലെ? ക്ലീൻ ആക്കുക, പ്യൂരിഫൈ ചെയ്യുക. അപ്പോൾ എന്തുണ്ട്? അഡ്ജക്റ്റീവ് ആയിട്ട് വരുമ്പോഴോ ഫ്രാഗ്രൻസ്, നല്ല സ്മെല്ല്. ഡിസ്കസ്റ്റിംഗ് സ്മെല്ലിന് പകരം ഫ്രാഗ്രൻസ് സ്മെല്ല് പറയില്ല. നേരായ വഴിയിലുള്ള ഫൗൾ ആയിട്ടുള്ള, ഇറ്റ്സ് നോട്ട് എ ഫൗൾ പ്ലേ. ഐ ഡോണ്ട് സെൻസ് എ ഫൗൾ പ്ലേ ഹിയർ. എനിക്ക് ഇവിടെ ഒരു ഫൗൾ പ്ലേ തോന്നിയില്ല അല്ലെ? നേരായ ഒരു പ്ലേ ആണ് എനിക്ക് തോന്നിയത്. പറഞ്ഞ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടൊരു സാധനം നടന്നത്. റൈറ്റസ് അല്ലെ? ഫെയർ, ജസ്റ്റ് ഒക്കെ ഫൗളിന്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, എ ഫൗൾ ഓർഡർ ട്രബിൾഡ് us all. ഒരു ഫൗൾ ഓർഡർ, മോശമായ ഡിസ്കസ്റ്റിംഗ് സ്മെൽ. ഫാക്ടറീസ് ഫൗൾ ദ അറ്റ്മോസ്ഫിയർ വിത്ത് പോയിസണസ് ഗ്യാസസ്. ഓക്കെ, ഡേർട്ടി ആക്കി, പൊല്യൂട്ട് ചെയ്തു, കണ്ടാമിനേറ്റ് ചെയ്തു ഒക്കെ പറയാം. അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ട് ചെയ്തു, കണ്ടാമിനേറ്റ് ചെയ്തു ഒക്കെ പറയാം. അപ്പൊ ഫൗൾ എന്ന വാക്കിന്റെ അർത്ഥം ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഫൗൾ. ഞാൻ ഇത് കാണിക്കാം, വീഡിയോ മാറ്റാം. ഫൗൾ ഓക്കെ അല്ലേ? സെന്റൻസ് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യാം കേട്ടോ, അതിൽ പ്രശ്നമില്ല. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഫൗൾ എന്ന വാക്ക് കേട്ടോ. ഓൾറൈറ്റ്, ഇനി നമ്മുടെ എന്താ പറയാ, വേർബായിട്ട് ഉപയോഗിക്കുമ്പോഴും ഇതായിട്ട് ഉപയോഗിക്കുമ്പോൾ രണ്ട് ഇത് യൂസേജ് ആണെന്നുള്ള കാര്യം മറക്കില്ല, അത് ഇമ്പോർട്ടൻ്റ് ആണേ. ഓൾറൈറ്റ്, പിന്നെ വേറൊരു ഫൗൾ ഉണ്ട്, FOWL ഫൗൾ കൂടെ ഉണ്ട്. FOWL ഫൗളും ഉണ്ട്. ആ ഫൗൾ എന്ന് പറഞ്ഞിട്ട് ബേർഡിന്റെ പേരാ, ഒരു പക്ഷീന്റെ പേരാണ് ഫൗൾ എന്ന് പറയുന്നത്. ഫൗൾ കേട്ടോ, ഒരർത്ഥം കൂടെ ഫൗളിനുണ്ട്, മറക്കണ്ട. ദാറ്റ്സ് ഫൗൾ. പിന്നെന്താ, നൗണായിട്ട് ഫൗൾ ഉപയോഗിക്കാറുണ്ട്. സ്പോർട്സിലൊക്കെ ഫൗൾ പറയില്ലേ, ആ ഫൗളില്ലേ, ഇറ്റ്സ് എ ഫൗൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഫൗൾ നൗൺ ഉണ്ട് കേട്ടോ, ആ നൗണും കൂടെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് എഴുതിയില്ലെന്നുള്ളൂ. എന്തിലും നമ്മൾ എന്താ പറയാ, മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്താ പറയാ, സംതിങ് ദാറ്റ് ഈസ് അഗൈൻസ്റ്റ് റൂൾസ് ഓഫ് എ സ്പോർട്ട്, അതിന് നമ്മൾ ഫൗൾ പറയും അല്ലെ? ഒരു ഗെയിമിന്റെ സ്പിരിറ്റിന് എഗൻസ്റ്റ് ആയിട്ടുള്ള സാധനത്തിന് നമുക്ക് ഫൗൾ പറയാം. ഫൗൾ ഒരു നൗൺ ഫോർമുലേഷനും കൂടി ഉണ്ടെന്ന് ഓർത്ത് വെച്ചോളൂ. An act against, അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അതിനെ വേർഡും അതിന്റെ ഓപ്പോസിറ്റ് ഒന്നും പഠിച്ചു വെക്കണ്ട. ദ റൂൾസ് ഓഫ് എ സ്പോർട്സ്, ഏതൊരു സ്പോർട്ടിന്റെ റൂൾസിന് എതിരെയുള്ള ആ ഒരു പ്രവൃത്തി, ദാറ്റ് ഇസ് ഫൗൾ കേട്ടോ. ഇത് തന്നെയാണ് ഫൗൾ, സെയിം ഫൗൾ ആണ്. വേറെ ഫൗൾ ഉണ്ട്, FOWL ഫൗൾ ഉണ്ട്. FOWL ഫൗൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷിയുടെ പേരാണ് ഫൗൾ. വ്യത്യാസം മനസ്സിലായില്ലേ? ദാറ്റ്സ് ഫൗൾ. രണ്ട് ഫൗളാണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഗെയിമിലൊക്കെയുള്ള ഫൗൾ ഈ ഫൗൾ തന്നെ, FOWL അല്ല, FOUL ഫൗൾ തന്നെ കേട്ടോ. ക്ലിയർ ആണല്ലോ? ലെറ്റ്സ് സീ സം മോർ എക്സാമ്പിൾസ്. സെൻസ് കുറച്ച് വന്നല്ലോ നമ്മളെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, യെസ്. സുനിൽ ഛേത്രി is a fabled football player of our nation. Okay.
We are fascinated about her fable stories. Great. William Shakespeare was a fable English writer, also known as the Bard of Avon. All right. Fable stories of media makes അല്ല fable stories അല്ല സബ്ജക്റ്റ് അമ്പിളി. അപ്പോൾ fable stories എന്ന് പറയുമ്പോൾ പ്ലൂറൽ, അതുകൊണ്ട് make കൊടുക്കാം. make day to day life miserable. Ryan Tata is a fabled അല്ല is fabled അല്ല is famous for. A കൊടുക്കരുത്, is a fabled person എന്ന് കൊടുക്കണം. A ഉണ്ടെങ്കിൽ noun അവിടെ കൊടുക്കണം. A അല്ലെങ്കിൽ ഈ A കട്ട് ചെയ്ത് കളയാം. ഒന്നെങ്കിൽ റയൻ ടാറ്റ is fabled for, അല്ലെങ്കിൽ റയൻ ടാറ്റ is a fabled person for his philanthropic work. Foul smell, yes. Gossiping is a foul habit. Please don't have a foul game with me. Okay, yes. Please don't play a foul game with me. That should be better, not have. കേട്ടോ, അതിന് better word is കേട്ടോ ശില്പ. Please don't play a foul game with me. Using foul language should be prohibited in schools and colleges. All right. Alchemist is one of the most fabled, life-changing I ever seen. Alchemist എന്ന് പറയുന്നത് ആ ബുക്ക് ആണോ സിനിമയായിട്ടാണോ പറയണേ? അങ്ങനെയാണെങ്കിൽ ഐ എവർ സീൻ ഇല്ല, അതിൽ കുറച്ച് ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ആൽക്കമിസ്റ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഫേബിൾഡ് ലൈഫ് ചേഞ്ചിങ് ബുക്സോ അല്ലെങ്കിൽ മൂവീസ് ആണെങ്കിൽ മൂവീസ് നൗൺ വേണം അവിടെ. മൂവീസ് ഐ ഹാവ് എവർ സീൻ എന്ന് കൊടുക്കണം. ഐ ഹാവ് കേട്ടോ. ഐ എവർ സീൻ എന്ന് പറഞ്ഞാൽ തെറ്റാ. ഐ ഹാവ് എവർ സീൻ. ഐ പ്രൊനൗൺ വരുമ്പോൾ ക്യാപിറ്റൽ ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ. He was questioned for his foul play. All right. A foul smell is produced when eggs get rotten. Yes. Foul with a foul smell. Foul pakshi foul aane. So many people get infected by the fouled food from hotels. Great. Foul drinking water was caused foul drinking water caused epidemic. കേട്ടോ, foul drinking water caused epidemic. ആ വാസും കട്ട് ചെയ്തല്ല, ഫോറും വേണ്ട. ഗ്രാമർ മിസ്റ്റേക്ക് അല്ലേ, അതുകൊണ്ടാണ് വാക്കിംഗ് മിസ്റ്റേക്ക്. No one can contribute anything good to a society with their foul acts. Yes. He fouled the water with some soil. All right. Foul play are often in IPL cricket. IPL capital കൊടുക്കും Indian Premium League. Water bodies are fouled with poisonous emissions from chemical factories. Okay. ടെസ്റ്റ് സീരീസ് ഉണ്ട്, നമുക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവിന് ടെസ്റ്റ് സീരീസ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഒബ്ജക്റ്റീവിന് എന്താ നമുക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഇപ്പോഴല്ല ഒരു 80% നമ്മുടെ ടോപ്പിക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേക്കും നമ്മൾ ടെസ്റ്റ് സീരീസ് കംപ്ലീറ്റ് ടെസ്റ്റ് സീരീസുകൾ പ്രൊവൈഡ് ചെയ്യട്ടോ. റിയാസ്, യെസ്. Their decision seems to be fouled. All right. Howling owl make a foul smell. All right. That's foul. All right. Certain trusts foul the people with fake identities. Great. The way you see things is foul. All right. Abetting in leaking papers of any examination is a foul play and a punishable offense. Great. Okay. Set ആണല്ലോ, ഡൗട്ട് ഒന്നും അവിടെ ഇല്ലല്ലോ. ലെറ്റ്സ് മൂവ്. അപ്പോൾ ഇതിൽ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഫൗളിന് ഒരു ഏകദേശം ഐഡിയ കിട്ടിക്കണം. അഡ്ജക്റ്റീവായിട്ട് നൗണായിട്ടും വെർബായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഫൗൾ. മൂവിങ് ഓൺ. ഇംപവർഷ്യ. എന്താണ് ഇംപവർഷ്യ? ഇംപവർഷ്ഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഇംപവർഷ്ഡ് ആയിട്ടുള്ള എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭയങ്കര കോമൺ ആയിട്ടൊരു വാക്കാണ് ഇംപവർഷ്ഡ് ആയിട്ടുള്ള. ഇംപവർഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിറ്റീരിയോറേറ്റ് ചെയ്യുക എന്നർത്ഥം. നശിപ്പിക്കുക അല്ലെ. ഒരു കാര്യത്തെ നമ്മൾ നശിപ്പിച്ച് കളയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിറ്റീരിയോറേറ്റ് പറയാം. ഇംപവറിഷ്ഡ് ആണ്. ഹീസ് ഇംപവറിഷ്ഡ്. പാവപ്പെട്ടവനാ എന്ന് പറയില്ലേ. ഇംപവറിഷ്ഡ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനാണ് അല്ലെ. പുവർ അല്ലെ, വെരി പുവർ, അതാ ഇംപവറിഷ്ഡ് എന്ന് പറഞ്ഞാൽ. ഇംപവറിഷ്ഡ് ഈസ് ആൻ അഡ്ജക്റ്റീവ്. ഈ അഡ്ജക്റ്റീവ് നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് പറയാം കേട്ടോ. ദ റിച്ച്, ദ പുവർ പറയുന്നത് ദ ഇംപവറിഷ്ഡ് എന്നും പറയും. അത് ദ ഇട്ട് അഡ്ജക്റ്റീവിനെ നമ്മൾ ഇത് കൊടുത്താൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആക്കിയും കൊടുക്കാം, കമ്മ്യൂണിറ്റി ആയിട്ട് കൊടുക്കാം. ആ ഒരു കാര്യം മാർക്കല്ലേ. അപ്പൊ ഇംപവറിഷ്യ മീൻസ് ഇംപവർഷ്മെന്റ് ആണ് നോൺ വരിക കേട്ടോ. അഡ്ജക്റ്റീവ് ഇംപവർഷ്ഡ് ആണ്, ഇംപവർഷ്മെന്റ് ആണ് നോൺ വരിക. ഇംപവർഷ്മെന്റ് അത് എഴുതിയേക്കാം. ഓക്കെ. അപ്പൊ ഇംപവർഷ്മെന്റ് മറക്കണ്ട. noun ആയിട്ട് ഇംപവർഷ്മെന്റ്. ഇംപവർഷ്ഡ് അഡ്ജക്റ്റീവ്. അപ്പൊ ഇംപവറിഷ് ചെയ്യുക, ഡിറ്റീരിയോറേറ്റ് ചെയ്യുക, സാപ്പ് ചെയ്യുക, എക്സോസ്റ്റ് ചെയ്യുക, ഡ്രെയിൻ ചെയ്യുക, നശിപ്പിക്കുക, ഡിമിനിഷ് ചെയ്യുക, റൂയിൻ ചെയ്യുക, വൈപ്പ് ഔട്ട് ചെയ്യുക, പോപ്പറൈസ് ചെയ്യുക. പോപ്പർ എന്ന് പറഞ്ഞാൽ പൈസ കയ്യിൽ പൈസ ഇല്ലാത്ത ആളാണ് പോപ്പർ എന്ന് വിളിക്കുക.
അപ്പോൾ പോപ്പറൈസ് ചെയ്യുക, ദരിദ്രനാക്കുക, അല്ലെ, മേക്ക് സമൺ എന്താ പറയാ പുവർ, അതിനാണ് ഇമ്പോർഷ്യ. ആന്റണിയുമായിട്ട് പറയുമ്പോൾ സ്ട്രെങ്തൻ ചെയ്യുക. മേക്ക് വെൽതി, അല്ലെ, ഒരാളെ പോപ്പറൈസ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് അല്ലേ മേക്ക് വെൽതി. സോ മേക്ക് വെൽതി, എൻറിച്ച് ചെയ്യാം, റീഇൻഫോഴ്സ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക, അല്ലെ, കൂടെ നിൽക്കുകയാണ്, ബാക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എനിക്ക് എന്ത് ചെയ്യുക, അല്ല, ഇമ്പോർഷ് ചെയ്യുമ്പോൾ നമ്മളവരെ ദരിദ്രരാക്കി കളയുക ചെയ്യും. നമ്മൾ അവരെ ബാക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് അവർക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കുകയാണ്, ഒരു ബാക്കപ്പ് കൊടുക്കുകയാണ്. യു ആർ ബാക്കിംഗ് സമൺ മീൻസ് യു ആർ സപ്പോർട്ടിംഗ് ദാറ്റ് പേഴ്സൺ, അല്ലെ, യു ആർ ഗിവിംഗ് ദാറ്റ് പേഴ്സൺ എ സപ്പോർട്ട്. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ബാക്ക് ചെയ്യുക പറയാം. ഓക്കെ, അപ്പൊ ആന്റണിയുമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കാവേ. ഇപ്പൊ സെന്റൻസ് നോക്കാം, സോയിൽ വാസ് ഇമ്പോർഷ്ഡ് ബൈ ബേണിംഗ്, അല്ലെ, കത്തിയത് കൊണ്ട് സോയിൽ എന്ത് പറ്റി, ഇറ്റ് വാസ് ഡിറ്റീറിയേറ്റഡ് ഓർ ഇറ്റ് വാസ് റൂയിൻഡ്, ഇറ്റ് വാസ് ഡിമിനിഷ്ഡ്, ആകെപ്പാടെ നാശമായി. ഇമ്പോർഷൻ നാശാകാം, മറക്കരുത് കേട്ടോ. അപ്പൊ ഇമ്പോർഷൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം രണ്ട് രീതിയിലുണ്ട്, അത് ഓർത്ത് വെച്ചോണം. രണ്ട് രീതിയിൽ നമുക്ക് അതിന്റെ മീനിങ് പറയാം, സെന്റൻസ് അതുപോലെ ഉപയോഗിക്കാം, അത് മറക്കണ്ട. ഓക്കെ, ഇനി കമ്മിങ് ബാക്ക് ടു സെന്റൻസസ്, നമുക്ക് സെന്റൻസിലോട്ട് പോകാം. സെന്റൻസ് ഒന്നും ഇല്ലേ, കഴിഞ്ഞോ? സെന്റൻസ് എല്ലാം കഴിഞ്ഞു. ഓക്കെ, എന്നാ പിന്നെ അടുത്ത സെന്റൻസ്, അത് ഞാൻ റിഫ്രഷ് ചെയ്യാത്തതുകൊണ്ട് കാണാത്താണോ, അത് നിങ്ങൾ സെന്റൻസ് തരാത്താണോ? വന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ. അപ്പൊ ഇമ്പോർഷൻ എന്തായാലും ക്ലിയർ അല്ലേ, അടുത്ത വാക്കിലോട്ട് പോകാം. ഓക്കെ, ഒരു സെന്റൻസ് വന്നിട്ടുണ്ട്, ദ ഡെഡ് ട്രാപ്പ് മെയ്ഡ് ഹിം ഇമ്പോർഷ്ഡ്. ഓൾ റൈറ്റ്, അല്ലേ, കടക്കിണി, ഗ്രേറ്റ് സെന്റൻസ്. അടുത്ത വാക്ക് ഈസ് വെയ്ഗ്ലി, കേട്ടിട്ടുണ്ടല്ലോ, വെയ്ഗ്, അല്ലേ. ഐ ഡോണ്ട് ഹാവ് എ വെയ്ഗ് ഐഡിയ അബൌട്ട് ഇറ്റ്. എനിക്ക് അതിനെപ്പറ്റി ഒരു വെയ്ഗ് ഐഡിയ പോലും ഇല്ല, ഒട്ടും ഐഡിയ ഇല്ലാത്ത അവസ്ഥയ്ക്കല്ല. ഐ ഹാവ് എ വെയ്ഗ്, എനിക്ക് തോന്നുന്നു ഒരു ചെറുതായിട്ട് എന്തോ ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വെയ്ഗ് എന്ന് പറഞ്ഞാൽ അൺക്ലിയർ ആണ് കേട്ടോ, വെയ്ഗ് അൺക്ലിയർ ആണ്. വെയ്ഗ് ഇസ് എൻ അഡ്ജക്റ്റീവ്, വെയ്ഗ് അഡ്ജക്റ്റീവ് ആണ്. വെയ്ഗ്ലി വരുമ്പോൾ അത് അഡ്വേർബായി. വെയ്ഗ് അഡ്ജക്റ്റീവ്, അഡ്ജക്റ്റീവിന്റെ കൂടെ എൽവൈട്ട അഡ്വേർബ് കിട്ടി, അല്ലേ. അപ്പോൾ റഫ്ലി, ഏകദേശം, റഫ്ലി, അല്ലെ, വേഗ്ലി. ഐ റിമെമ്പർ സംതിങ് വേഗ്ലി, എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് എന്തോ എനിക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു, അല്ലെ, അതാണ് വേഗ്ലി. റഫ്ലി, മോർ ഓർ ലെസ്, അല്ലെ, അപ്രോക്സിമേറ്റ്ലി, ഓൾമോസ്റ്റ്, സ്ലൈറ്റ്ലി, സംബോട്ട്, ഏകദേശം, ഏറെക്കുറെ, ഏകദേശം, അതാണ് വേഗ്ലിയുടെ അർത്ഥം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് പറയുമ്പോൾ എക്സാക്ട്ലി, കൃത്യമായിട്ട്, ഹൈലി, ഒരുപാട്, എക്സ്ട്രീംലി, ഒരുപാട്, കൃത്യമായിട്ട്, പെർട്ടിക്കുലർലി, അല്ലെ, എസ്പെഷ്യലി, ഇൻ പെർട്ടിക്കുലർ, എസ്പെഷ്യലി എടുത്തുന്ന ഇൻ പെർട്ടിക്കുലർ, കൃത്യമായിട്ട് ഇന്നൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഐ റിമെമ്പർ എവറിത്തിങ് ദാറ്റ് ഹാപ്പൻഡ് ഓൺ ദാറ്റ് ഡേ, എസ്പെഷ്യലി ദി ഗെയിം എന്നൊക്കെ പറയും, അല്ലെ. അതതിന്റെ അർത്ഥം പ്രിസൈസ്ലി എന്ന അർത്ഥത്തിലാട്ടോ. എക്സ്പെഷ്യലി പറയുമ്പോൾ പ്രിസൈസ്ലി, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട്, എക്സാക്ട്ലി എന്ന അർത്ഥത്തിലാണ്. വേഗ്ലിയുടെ ഓപ്പോസിറ്റ് ആണ് എക്സാക്ട്ലി വരിക. ഓക്കെ, ഓപ്പോസിറ്റ്. അപ്പൊ ഓർത്ത് വെച്ചോണം, വേഗ് എന്ന് പറഞ്ഞാൽ അൺക്ലിയർ ആണ്, അപ്പോ എക്സാക്ട്ലി എന്ന് പറയുമ്പോൾ ക്ലിയർ ആണ്, ക്ലിയർലി, അല്ലെ. എക്സാക്ട് എന്ന് പറഞ്ഞാൽ ക്ലിയർ, അപ്പോൾ അത് ഓർത്ത് വെച്ചോളൂ, ക്ലിയർലി. ഓക്കെ, സെന്റൻസ് നോക്കാം. ഷീ വേഗ്ലി റിമെമ്പേർഡ് ടോക്കിംഗ് ടു ഹിം വൺസ്. അവൾക്ക് ഒരു തവണ എങ്ങാണ്ട് അവനോട് സംസാരിച്ചൊരു ഓർമ്മ ഉണ്ടെന്ന് തോന്നുന്നു, അതും കൃത്യമായിട്ടൊരു ഓർമ്മയല്ല, ഒരു വേഗ് ഓർമ്മ. ദാറ്റ്സ് ഇറ്റ്, അതാണ് കേട്ടോ വേഗ്ലി പറയുന്നത്. റഫ്ലി, ഏകദേശം എന്നുള്ള അർത്ഥം, ഏകദേശം ഒരു ഓർമ്മ ഉണ്ടെന്ന് തോന്നുന്നു, അതാ പറയുന്നത്. ദാറ്റ്സ് ഓൾ. ഓക്കെ, ക്ലിയർ ഐ ഗസ്. സെന്റൻസ് എവിടെ? ഓക്കെ, she was emotionally impoverished by her life experiences. Okay, actual impoverishment is not lack of wealth but lack of vision. The court granted the petition to declare him as pauper. All right, yes, declare him as pauper and declare him pauper madi. Salman Khan impoverished Vivek Oberoi's career, നശിപ്പിച്ചു. And the talent in him was impoverished by the society. കലാകാരനെ തിരിച്ചറിഞ്ഞില്ല എന്നല്ലേ. I vaguely remember my ex-girlfriend, otherwise my life would be in peril. All right. I am impoverished when I heard that bad news. I am impoverished അല്ല, I am impoverished എന്ന് പറഞ്ഞാൽ ഞാൻ impoverished ആയി എന്ന് പറയാം, പ്രസന്റ് ടെൻസിലാ പറയാം. അപ്പൊ when I heard പറയില്ല, when I hear that bad news പറയണം, അല്ലെ past tense പറഞ്ഞായിരുന്നു ഹർഷ. I was impoverished when I heard the bad news. അതായിരിക്കും ബെസ്റ്റ് കേട്ടോ. I was impoverished when ഐയുടെ പ്രൊനൗൺ ആയി വരുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാൻ മറക്കല്ലേ. I heard that bad news. Okay. Mocking someone publicly can impoverish the person's happiness and confidence. Yes. The farmers were impoverished by the inadequate support from the government. All right. Maya vaguely remembers her past after the car accident. അയ്യോ, നമ്മുടെ ഇതിനാണോ സിനിമയെ പറ്റിയാണോ പറയുന്നത്? മായ എന്ന് പറഞ്ഞ സിനിമ വരുന്നത് ഏതായിരുന്നു?
ഏതായിരുന്നു? ഇന്നലെ അല്ലേ? സിനിമയുടെ പേര് ഇന്നലെ എന്ന് കണ്ടില്ല അശ്വിനി. അതാന്ന് തോന്നുന്നു അശ്വിനി പറഞ്ഞു ഇപ്പം. മായ എന്ന ക്യാരക്ടറിന്റെ പേര് പറയുന്നത്, ശോഭനയുടെ ഒരു ക്യാരക്ടർ അല്ലേ? The YouTube channels are impoverishing the life of celebrities by hate speech. All right. സിറ്റിസൺ ജേർണലിസം, അതിന്റെ കാര്യമാണ്. യൂട്യൂബ് ചാനൽസ് അല്ല പ്രശ്നം, സിറ്റിസൺ ജേർണലിസം ആണ്. എല്ലാവരും ഇപ്പോൾ ജേർണലിസ്റ്റ്, എല്ലാവരും പാപ്പറാസീസ് ആണ്, അതാണ് പ്രശ്നം. Oliver Twist nodded vaguely to Fagin's questions. All right. Some YouTube classes gave her a vague idea about the topic she felt hard. All right. She was only given a vague idea about the work to be done. That's great. Her face is vaguely familiar. All right. After the accident happened to me, after the accident happened to me വേണ്ട, after the accident വെറുതെ മതി, happened to me വേണ്ട. After the accident I vaguely remember my friends എന്ന് കൊടുത്താൽ കേട്ടോ. ക്ലിയർ? ഓക്കെ, പിന്നെന്താ വന്നേ? The war between Russia and Ukraine. റഷ്യയുടെ R capital and Ukraine deteriorate അല്ല, deteriorated or deteriorates. അരുണേ, war അല്ലേ സബ്ജക്ട്, അപ്പോൾ war ആണ് സബ്ജക്ട്, അല്ലാതെ റഷ്യൻ ഉക്രൈൻ അല്ല സബ്ജക്ട്സ്. അപ്പോൾ സബ്ജക്റ്റിന്റെ അനുസരിച്ച് ശ്രദ്ധിക്കുക. The war between Russia R capital and Ukraine deteriorates. ഒന്നെങ്കിൽ സിംഗുലർ കൊടുക്കുക, വെർബ് സിംഗുലർ കൊടുക്കുക, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുത്തു. അപ്പോൾ ഓക്കെയാണ്, രണ്ടും സിംഗുലറിനും പ്ലൂറലും പാസ്റ്റ് ടെൻസ് ഒരേ പാസ്റ്റ് ടെൻസ് ആണല്ലോ. അതുകൊണ്ട് deteriorated the people of Ukraine. ആ അതെ അതെ അതെ, ഓക്കെ. ദാറ്റ് ബസ് ആക്സിഡന്റ്. ഓക്കെ, അപ്പോൾ ഇന്നലെ സിനിമ തന്നെയാണ് പറയണേ അശ്വിനി. ഓക്കെ ഓക്കെ, ഞാൻ പെട്ടെന്ന് ഓർത്തു അത് തന്നെയായിരിക്കുന്നു. മായ എന്ന ക്യാരക്ടർ എൻ്റെ മനസ്സിൽ എപ്പോഴും, എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത രണ്ട് സിനിമ, എന്നെ ഭയങ്കരമായിട്ട് അഫക്റ്റ്, ചെറുപ്പത്തിൽ നമ്മൾ കണ്ട ഒരു പടമാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട്, ചെറുപ്പത്തിൽ ഇച്ചിരി ബോധമൊക്കെയുള്ള കാലഘട്ടത്തിലാണ്, എന്നാലും ഇപ്പോഴല്ലല്ലോ. അപ്പോൾ ഐ റിയലി റിമെമ്പർ ദാറ്റ്, ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്ത പടമാണ്. ഷീ വേഗ്ലി അണ്ടർസ്റ്റാൻഡ്സ് ഹർ ഓൺ മിസ്റ്റേക്സ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, സെറ്റ്. അടുത്ത വാക്ക് അൺബ്രിഡിൽഡ്. ബ്രിഡിൽഡ് ആണെങ്കിൽ എന്താ അർത്ഥം? എന്നാ റിസ്ട്രെയിൻഡ് ആണ്. ബ്രിഡിൽഡ് ആണെങ്കിൽ കെട്ടുപിണഞ്ഞതാണ് ബ്രിഡിൽഡ്. അൺബ്രിഡിൽഡ് എന്ന് പറഞ്ഞാൽ കെട്ടഴിച്ചപ്പെട്ട, അൺടാങ്കിൾഡ് ആയിട്ടുള്ള. ബ്രിഡിൽഡ് ടാങ്കിൾഡ് ആണ് അല്ലേ? ബ്രിഡിൽഡ് ടാങ്കിൾഡ് ആണ്. സോ നമുക്കിവിടെ ആന്റണി പറയുമ്പോൾ ഇവിടെ ബ്രിഡിൽഡ് കൊടുക്കാം അല്ലേ? അൺബ്രിഡിൽഡ് എന്ന് പറഞ്ഞാൽ ഫ്രീയാ. ബ്രിഡിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? കെട്ടുപിണഞ്ഞ് കിടക്കുന്ന, ടാങ്കിൾഡ് ആയിട്ടുള്ള എന്നാണ് അർത്ഥം. ഓക്കെ, സോ അൺബ്രിഡിൽഡ് എന്ന് പറഞ്ഞാൽ അൺറിസ്ട്രെയിൻഡ്, അൺകൺസ്ട്രെയിൻഡ്, അൺകൺട്രോൾഡ്, റാംപെന്റ്, എല്ലായിടത്തും ഉണ്ട്. ഇറ്റ്സ് വൈഡ് സ്പ്രെഡ്. കൺട്രോൾ ചെയ്യപ്പെട്ടിട്ടില്ല, ഇറ്റ്സ് അൺകൺട്രോൾഡ് ആണ്, ഇറ്റ്സ് റാംപെന്റ്, എല്ലായിടത്തും ഉണ്ട്. അൺബൗണ്ട് ആണ്, അൺചെക്ഡ് ആണ്. അതേ സമയത്ത് ആന്റണിയുമായിട്ട് വരുമ്പോൾ നമുക്ക് പറയാം റിസ്ട്രെയിൻഡ് ആണ്, പിടിച്ചു വെക്കപ്പെട്ട. ബ്രിഡിൽഡ് ആയിട്ടുള്ള, കയ്യിൽ ഒതുങ്ങാൻ പറ്റുന്ന, അല്ലെ, കുരുക്കി കെട്ടുന്ന. കൺട്രോൾഡ് ആയിട്ടുള്ള, ഹാമ്പേർഡ് ആയിട്ടുള്ള, ഹിൻഡേർഡ് ആയിട്ടുള്ള, ചെക്ഡ് ആയിട്ടുള്ള. അൺബ്രിഡിൽഡ് കേട്ടോ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. അൺബ്രിഡിൽഡ് ഓപ്പോസിറ്റ് നമ്മളിപ്പോൾ പറഞ്ഞു. ഓക്കെ, ഐ ഫെൽറ്റ് എ മൊമെന്റ് ഓഫ് അൺബ്രിഡിൽഡ് അംബിഷൻ. അൺബ്രിഡിൽഡ് അംബിഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള അംബിഷൻ. ഇന്നെന്ന് പറഞ്ഞാൽ ആരും എന്നെ ലിമിറ്റ് ചെയ്യുന്നില്ല. അൺബ്രിഡിൽഡ് ഈസ് സംതിങ് ലിമിറ്റഡ് ആണ് അല്ലെ? എന്താ പറയാ, അൺബ്രിഡിൽഡ് ഓപ്പോസിറ്റ് ലിമിറ്റ്ലെസ് ആ. ശരിക്കും ലിമിറ്റ്ലെസ്, പ്രത്യേകിച്ച് ഒരു ലിമിറ്റും ഇല്ല അല്ലെ? സോറി, ലിമിറ്റ്ലെസ്, അൺബ്രിഡിൽഡ് ലിമിറ്റ്ലെസ് ആണ്. അൺബ്രിഡിൽഡ് ഓപ്പോസിറ്റ് ലിമിറ്റഡ് എന്നർത്ഥം. ലിമിറ്റ് ചെയ്യപ്പെട്ട, കൺട്രോൾ ചെയ്യപ്പെട്ട എന്നർത്ഥം. ഓക്കെ, ക്ലിയർ അല്ലേ? അത് മാറിപ്പോയതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പം. യെസ്, അപ്പൊ നോക്കാം സെന്റൻസ്. Okay, the company manager gave a vague idea of the job profile to the new joinees അല്ലെ? ന്യൂ ജോയിനർ അല്ല, ന്യൂ ജോയിനി എന്നാ പറയുക. ജോയിനി എന്നാ പറയുക. ട്രെയിനി, എംപ്ലോയി പറയില്ല. യെസ്, I have a vague idea about the answer asked in examination. Answer asked in examination അല്ലംബ്ലി, question asked in examination. ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടു, ആൻസർ ചോദിക്കപ്പെട്ടതല്ല കേട്ടോ. My hearing get vague അല്ലടാ, my hearing എൻ്റെ കേൾവി gets vague after the fight with wife. Okay, he may execute his plan successfully only with his vague ideas. That's great. I do something that in vaguely അല്ല, I do something vaguely that, but that's okay, അങ്ങനെ കൊടുക്കാം കേട്ടോ. I do something vaguely, ഞാൻ എന്തോ vaguely ചെയ്തിട്ടുണ്ട്, എന്തോ അല്ലെ? I do something vaguely but that's okay, അത് സാരില്ല കേട്ടോ. അവിടെ ആ ഇന്നിന്റെ ആവശ്യമില്ല. And the moment divorce was signed അല്ല, the moment divorce papers
were signed എന്ന് കൊടുക്കണം കേട്ടോ. The moment divorce sign ചെയ്യപ്പെട്ടു എന്ന് പറയില്ല. The moment divorce papers means documents അതാണ് അർത്ഥം. Were signed, a sigh of unbridled freedom touched her. കേട്ടോ, ഒന്നുകൂടി ശ്രദ്ധിക്കൂ. നീത, the moment divorce papers were signed, a sigh of unbridled freedom touched her. Okay. Unbridled media makes the world in chaos. Unbridled media plural make കൊടുത്തു. Unbridled wife is the outcome കഴിഞ്ഞിട്ട് വെറും outcome love marriage അല്ല. Unbridled wife is the outcome of love marriage, outcome of something, result of something പറയില്ലേ, അതുപോലെ outcome of, ഇവിടെ ഒരു ഓഫിന്റെ കുറവുണ്ട്, അതാണ്. You have to bridle your words while talking to elders. All right. The unbridled lump in her skin turned out to be cancerous. All right. There is always an unbridled rush on weekends during weekends. Weekends എന്ന് പറയുന്നതിന് ഇങ്ങനെ കൊടുത്തു. There is always an unbridled rush during weekends at the mall. I was unbridled after a toxic relationship. All right. I can't handle her unbridled nature alla Harsha, unbridled nature, unbridled. The unbridled fear caused him alla unbridled fear ennu parayunnathu singular alla Ashwini, causes him scream loudly. Okay, causes him scream loudly. Or makes, korchude better word is unbridled fear makes him scream loudly. Adana korchude better usage. Makes it up. The situation turned into a worse condition due to her unbridled temper. All right. A great work of art is a result of unbridled imagination. An unbridled imagination എന്ന് പറയാം. Unbridled imagination പറയാം. If we reach to Himalayas അല്ല, if we reached Himalayas, നമ്മൾ ഹിമാലയസിൽ എത്തിയിരുന്നെങ്കിൽ എന്നാണ് അർത്ഥം. റീച്ച്ഡ് വന്ന, അതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഹിമാലയസിൽ എത്തുമ്പോൾ എന്നല്ലേ പറയുന്നേ. അങ്ങനെയാണെങ്കിൽ അവിടെ റീച്ച്ഡ് എന്ന പാസ്റ്റ് ടെൻസ് കൊടുക്കും. എത്താൻ പോകുന്നല്ലോ, പ്രസന്റ് ടെൻസ് കൊടുക്കൂ. ഇഫ് വി റീച്ച് ഹിമാലയാസ് we will feel unbridled. കേട്ടോ. His efforts to achieve his dream are unbridled, as he is a person with a dangerous kind of determination. Next one is irritant. അതിൻ്റെ ഇടയ്ക്ക് നെറ്റ് ഒന്ന് ചെറുതായിട്ട് ഇതായി തോന്നുന്നു. മഴയൊക്കെ ഉണ്ട് ഇവിടെ, അതുകൊണ്ടായിരിക്കുവേ. അപ്പം എന്തെങ്കിലും ചെറിയൊരു നെറ്റ് ഓടിക്കളിച്ച് നിങ്ങളൊന്നിനോട് ക്ഷമിക്കണേ. ഞാനത് കഴിഞ്ഞിട്ട് വിട്ടുപോയ കാര്യം പറഞ്ഞുതരാം. Unbridled dreams turns into അല്ല നെസ്മലെ, unbridled dreams turn into great inventions ആണ്. Unbridled dreams turn into great inventions ആണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ. ഡ്രീംസ് പ്ലൂറലാണ്, അപ്പം ടേൺ വരും, മറക്കല്ലേ. അപ്പം അടുത്ത ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ തലയൊന്ന് മാറ്റാം, വീഡിയോ ഒന്ന് മാറ്റാം. ഓക്കെ. യെസ്. അപ്പൊ ഇറിറ്റന്റ് അല്ലെ, ഇറിറ്റന്റിന്റെ അർത്ഥം എന്നാ? അനയൻസ്. ഓഹ്, എന്താ പറയാ, ശല്യം എന്ന് പറയില്ല, അനയൻസ്. നിന്നെ കൊണ്ട് ശല്യം, യു ആർ ആൻ ഇറിറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിന്നെ കൊണ്ട് നിന്നെ കൊണ്ട് ശല്യം കേട്ടോ എന്ന് പറയില്ലേ, ആ ശല്യമാണ് നീ. ഇറിറ്റന്റ് ഇസ് ഒരു ശല്യം. ഇറിറ്റേഷൻ അല്ലെ, ഇറിറ്റന്റിന്റെ മറ്റൊരു വാക്ക് പറയും ഇറിറ്റേഷൻ. പിൻപ്രിക്ക്, ഫ്രസ്ട്രേഷൻ, ഹെഡേക്ക്. ഓ, നിന്നെ കൊണ്ടൊരു തലവേദനയാ പറയില്ലേ. ഹെഡേക്ക് ഇൻ ദ സെൻസ് ലിറ്ററൽ തലവേദനയല്ല. ഹെഡേക്ക് ഇൻ ദ സെൻസ് മറ്റേ തലവേദന ഇൻ എൻ ഇഡിമാറ്റിക് എക്സ്പ്രഷൻ ആണ്. ഇൻകൺവീനിയൻസ് ആണ്, യു ആർ ആൻ ഏർക്ക്, ശല്യം. ഇൻകൺവീനിയൻസ് ആണ്, ഇറുക്കാണ്, ഇറിറ്റന്റിന്റെ ഇതാണ്. നമ്മൾ ഇറിറ്റന്റ് എന്ന് പറയുമ്പം ഓർക്കണം, ഒരു വ്യക്തിയെ പറ്റി ആകാം, ഒരു വസ്തുവിനെ പറ്റിയൊക്കെ ആയിരിക്കും നമ്മൾ പറയുക. മെയിൻലി കേട്ടോ, മെയിൻലി. ഇറിറ്റേഷൻ നൗണായിട്ട് അല്ലാതെ മറ്റേ അർത്ഥത്തിൽ പറയാറുണ്ട്. ഇറിറ്റേറ്റ് ചെയ്യുക ഇസ് വെർബ്, അറിയാലോ, ഇറിറ്റേറ്റ് ആണ് വെർബ്. ആന്റണിയുമായിട്ട് വരുമ്പോൾ ലെറ്റ്സ് സീ. ഹെൽപ്പ് ചെയ്യാം, പ്ലഷർ, ഹെൽപ്പ് ചെയ്യുക അല്ലെ, ഹെൽപ്പ് അല്ലെ, ഒരു ഹെൽപ്പ്, സഹായം. പ്ലഷർ, ജോയ്, ഡിലൈറ്റ്. ഹെൽപ്പ്, എയ്ഡ് പറയാം, എയ്ഡ് പറയാം കേട്ടോ, എയ്ഡ്.
നീ ഒരു സഹായം, യു ആർ എൻ എയ്ഡ്, യു ആർ എൻ അസിസ്റ്റൻസ്. ഓ നീ എനിക്കൊരു സഹായമായി, ഇപ്പം അസിസ്റ്റൻസ് ആയി. അസിസ്റ്റൻസ് പറയാം, എയ്ഡ് പറയാം, അതൊക്കെ നമുക്ക് ആന്റണിമായിട്ട്, ഇറിറ്റന്റിന്റെ ആന്റണിമായിട്ട് പറയാം കേട്ടോ. അപ്പൊ നമുക്ക് സെന്റൻസിലോട്ട് പോകാം. ദേ ആർ ഓൾറെഡി ഫ്രീ ഓഫ് അലുമിനിയം, but these formulas are often free of other common irritants, dust, dyes and artificial fragrances. ഇറിറ്റന്റ് അറിയാലോ, ഇറിറ്റന്റ് നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു എന്താ പറയാ, എന്തെങ്കിലും എന്താ പറയാ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ ഓർ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വ്യക്തികളെ പറ്റി പറയാൻ വേണ്ടി ഉപയോഗിക്കാം. ഇറിറ്റേഷൻ ഒരു വസ്തുതയാണ്, ആ ഒരു അവസ്ഥയ്ക്കാണ് ഇറിറ്റേഷൻ എന്ന് പറയാം. അതാണ് വ്യത്യാസം, ഇറിറ്റന്റും ഇറിറ്റേഷനും ഉള്ള കൃത്യമുള്ള വ്യത്യാസം അതാണ്. ഓക്കെ, യാ. Unbridled rain got in 2018 August caused flood. All right. Demands of youths are youths വേണ്ട, യൂത്ത് മതി കേട്ടോടാ, യൂത്ത് മതി. Demands of youth are becoming quite irritant for parents. അവിടെ ഇറിറ്റന്റ് നൗൺ ആയിട്ടല്ല നീ ഉപയോഗിച്ചത്. ബിക്കമിങ് ക്വയറ്റ് ഇറിറ്റന്റ്, ക്വയറ്റ് കൊടുത്തേക്കുന്ന അഡ്വേർബ് അല്ലേ. അഡ്വേർബ് ഒരിക്കലും നൗണിന്റെ മുമ്പിൽ കൊടുക്കില്ലല്ലോ. അപ്പം അവിടെ നീ ഇറിറ്റേറ്റിംഗ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇറിറ്റേറ്റിംഗ്, അവിടെ ഇറിറ്റേറ്റിംഗ് ആണ് വരേണ്ടത് കേട്ടോ. നെക്സ്റ്റ്, ഡിമാൻഡ്സ് ഓഫ് യൂത്ത് ആർ ബിക്കമിങ് ക്വയറ്റ് ഇറിറ്റേറ്റിംഗ് ഫോർ പേരൻസ്, അതാണ് വരേണ്ടത് അവിടെ, ഗ്രാമാറ്റിക്കലി സ്പീക്കിംഗ്. Some irritants cause your eyes become red in color. All right. I'm really fed up with your pinprick nature. All right. Pinprick എന്ന് പറഞ്ഞാൽ മതി, നേച്ചർ ഒന്നും വേണ്ട. പിൻപ്രിക്ക് എന്ന് പറഞ്ഞാൽ തന്നെ കറക്റ്റ് തന്നെ. പിൻപ്രിക്ക് നേച്ചർ തെറ്റൊന്നുമില്ല, പിൻപ്രിക്ക് എന്ന് പറയുമ്പോൾ തന്നെ കറക്റ്റ്. അവിടെ പിന്നെ നേച്ചറിന്റെ ആവശ്യമില്ല കേട്ടോ. The noise of traffic is a constant irritant to people living in cities. Yes. The mere sight of the stalker is irritant to her. All right. Intervention of China in all our border related matters is annoying. Yes. Some relatives are irritants when they talk about our job. Satyam. The manager was irritated and unsatisfied with the team's performance last month. All right. Great. Clear ആണല്ലോ. അപ്പൊ ഇറിറ്റന്റ് നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കാണ്, പുതിയ വാക്കൊന്നുമല്ല. That's so clear അല്ലേ, അതിൽ ഡൗട്ട് ഒന്നും വേണ്ട അതിന്റെ കാര്യത്തിൽ. അപ്പൊ ഇറിറ്റേഷൻ ആണ് നമ്മൾ ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്നത്. ഇറിറ്റേറ്റ് ചെയ്യുക ഓർ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുക ഇസ് വേർബ്. അതേപോലെ തന്നെ ഇറിറ്റന്റ് ഇസ് ആ ഒരു ആള് ഓർ ആ ഒരു വസ്തു കേട്ടോ. അവസ്ഥയല്ല, വസ്തു അല്ല, ആള്. അതിനാണ് ഇറിറ്റന്റ് എന്ന് പറയാം. അടുത്ത വാക്ക് ഇസ് പ്ലെയിൻറ്റീവ്. പ്ലെയിൻറ്റീവ് നിങ്ങൾ പലപ്പോഴെങ്കിലും ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ കേട്ട് പരിചയമുള്ള, അല്ലെങ്കിൽ നമ്മൾ ലീഗൽ വൊക്കാബുലറി ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു സാധനമാണ്. അടുത്ത ദിവസവും നമ്മൾ ലീഗൽ വൊക്കാബുലറി പഠിക്കുമ്പോഴും ഇനി കുറേ പഠിക്കാനുണ്ട്. നമ്മളിപ്പം ശ്രദ്ധിക്കേണ്ട വാക്ക് ഇസ് പ്ലെയിൻറ്റിഫ് അല്ല പ്ലെയിൻറ്റിഫ്. പ്ലെയിൻറ്റിഫ് അറിയാലോ, പ്ലെയിൻറ്റിഫ് എന്താണ്? പ്ലെയിൻറ്റിഫ് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? പ്ലെയിൻറ്റിഫ് ഓർമ്മയുണ്ട്? 2 F ഇല്ലെന്ന് തോന്നുന്നു, ഞാൻ കറക്റ്റ് ചെക്ക് ചെയ്തോട്ടെ. പ്ലെയിൻറ്റിഫ് എന്താന്ന് ഒന്ന് പറയണേ. അപ്പൊ പ്ലെയിൻറ്റിഫ് എന്താന്ന് പറയാം? പ്ലെയിൻറ്റിഫ് ഇസ് ആൻ അഡ്ജക്റ്റീവ്, അർത്ഥം മോൺഫുൾ അല്ലെ, വേദനിപ്പിക്കുന്ന അല്ലെ, അങ്ങനെ സങ്കടം വരുന്ന, വീപ്പിംഗ് ആയിട്ടുള്ള അല്ലെ, നമുക്കാകെ വിലപിക്കുന്ന എന്നാണ് പ്ലെയിൻറ്റിഫിന്റെ അർത്ഥം. പ്ലെയിൻറ്റിഫ് വിലപിക്കുന്ന കേട്ടോ. പ്ലെയിൻറ്റിഫ് അതുമായിട്ടൊരു ബന്ധവുമില്ല, പ്ലെയിൻറ്റിഫ് ഒരു ബന്ധവുമില്ല, അതൊരു വേറെ ഇതാണ്. അതൊരു എന്താ പറയുക, ലീഗൽ ഫോമിൽ നമ്മൾ പറയുന്ന ഒരു യൂസേജ് ആണ് പ്ലെയിൻറ്റിഫ്. ഓക്കെ, പ്ലെയിൻറ്റിഫ് സ്പെല്ലിംഗ് ഒന്ന് ഞാൻ നോക്കോട്ടെ, എന്നിട്ട് സെറ്റ് ആക്കി തരാം. 2 F ഉണ്ട്, ഞാൻ വെറുതെ കറക്റ്റ് എഴുതിയതാണ്, എന്നിട്ട് ഞാനത് വായിച്ചു. എന്താണ് റിൻഡു? പ്ലെയിൻറ്റിഫ് 2 F ഉണ്ടേ. ഓക്കെ, പ്ലെയിൻറ്റിഫ്. പ്ലെയിൻറ്റിഫ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ വാദി എന്ന് പറയും. വാദി അല്ലേ, വാദി. അതായത് പ്ലെയിൻറ്റിഫ് എന്താണ് ഇംഗ്ലീഷിൽ? എന്താ ഇതിന്റെ വൺ വേർഡ് പറഞ്ഞു? ഇപ്പൊ പ്ലെയിൻറ്റീവ് എന്ന് പറഞ്ഞാൽ, പ്ലെയിൻറ്റിവ് എന്ന് പറഞ്ഞാൽ സാഡ്, വിസ്ഫുൾ, വീപ്പിംഗ്, ഹാർട്ട് ബ്രോക്കൺ, ബിറ്റർ, ആംഗ്വിഷ്ഡ്, ആകപ്പാട് സങ്കടം അല്ലെ, വീപ്പിംഗ് വിലപിക്കുന്ന, ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള, ബിറ്റർ ആയിട്ടുള്ള, അതായത് ചെറിയ സങ്കടമല്ല, വെരി മച്ച് സങ്കടം, അതാണ് മോൺഫുൾ. അതുകൊണ്ട് വിസ്ഫുൾ എന്നൊക്കെ പറയണം. ഓക്കെ, ആന്റണിം എന്താ? ചിയർഫുൾ, ജോയ്ഫുൾ, ട്രയംഫന്റ്, ഹാപ്പി, ബ്രൈറ്റ്, ഡിലൈറ്റഡ് എന്നൊക്കെ പറയും. The sad news of the grandmother's death left the room full of plaintive cries. Plaintive മറക്കല്ല, plaintive എന്ന് പറഞ്ഞാൽ വാദി എന്ന് ഞാൻ പറഞ്ഞില്ലേ. വാദി ശരിക്കും ആരാ? a person or one that brings a legal case to court അല്ലെ, ഒരു ലീഗൽ കേസ് കോർട്ടിലോട്ട് കൊണ്ടുവന്ന ആള് വാദി ആണ്, അതാണ് വാദി, പ്ലെയിൻറ്റിഫ്. ഓക്കെ, മറ്റൊരാൾക്ക് എതിരെ ഒരു കേസുമായിട്ട് ലീഗൽ കോർട്ട് ഓഫ് ലോയിൽ പോകുന്ന ആളെ നമുക്ക് വിളിക്കാം പ്ലെയിൻറ്റിഫ് എന്ന് വിളിക്കാം. മറക്കണ്ട കേട്ടോ, പ്ലെയിൻറ്റിഫും പ്ലെയിൻറ്റിഫ് ഇസ് ഡിഫറെന്റ്, മറക്കുക പോലെ, അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. യെസ് ചിപ്പ. വൺ ഹൂ അല്ല, വൺ ദാറ്റ് ബ്രിങ്സ്, മറക്കരുത്. കംപ്ലനന്റ്, യെസ്, ഫയൽ സൂട്ട് ഫയൽ ചെയ്യുന്ന ആള്, യെസ്.
Death of my neighbor made me irritant. അല്ല, അവിടെ നിന്നെ ഇറിറ്റേറ്റഡ് ആക്കി എന്നല്ലേ പറഞ്ഞേ, ഇറിറ്റന്റ് ആക്കി എന്നല്ലേ. ഇറിറ്റന്റ് നീ മറ്റുള്ളവർക്ക് ശല്യമാവാന്ന്. അരുൺ ഇറിറ്റന്റ് ആവുമ്പോൾ അരുൺ എന്ത് ചെയ്യും? ഇപ്പൊ അരുൺ എനിക്ക് ഇറിറ്റന്റ് ആവുകയാണെങ്കിൽ ഞാൻ പറയും, ഓ നിന്നെ കൊണ്ട് ശല്യമാണല്ലോ അരുണെ എന്ന് ഞാൻ പറയും. ബിക്കോസ് യു ആർ എ ഹെഡേക്ക് ടു മീ. അതാണ്. അപ്പൊ നെയ്ബറിന്റെ മരണം നിന്നെ ഒരു ശല്യക്കാരനാക്കി എന്നാണോ പറയുന്നത്? അല്ലല്ലോ, നിനക്ക് ആകപ്പാട് ഇറിറ്റേറ്റിംഗ് ആയി തോന്നി എന്നല്ല പറയുന്നത്. അതിനെന്ത് പറയണം? ദ ഡെത്ത് ഓഫ് മൈ നെയ്ബർ മെയ്ഡ് മീ ഇറിറ്റേറ്റിംഗ് എന്ന് ഓർത്തു. ഓക്കെ, അങ്ങനെ ഓർക്കുക. ഈവനിങ് ഡിബേറ്റ്സ് ഇൻ ന്യൂസ് ചാനൽ ഈസ് എൻ ഇറിറ്റന്റ്. ഓക്കെ, അവിടെ ചാനൽ CHANNEL വിശാന്ത് മറക്കല്ലേ. യെസ്, ക്ലിയർ ആണല്ലോ. ഐ വാസ് ക്വൈറ്റ് പ്ലെയിൻറ്റീവ് ആഫ്റ്റർ ഹിയറിംഗ് ദ ഡെത്ത് ന്യൂസ് ഓഫ് ഫ്രണ്ട്. ഓഫ് മൈ ഫ്രണ്ട് അല്ലേ, നിന്റെ ഫ്രണ്ടിന്റെ അല്ലേ, മൈ ഫ്രണ്ട് കൊടുക്കാം. The death of the beloved pet left the child plaintive state. Left the child in. Leave somebody in a plaintive state. No. I was plaintive when I heard the news about Sushant Singh's death. All right. She was plaintive after the breakup. All right. The person who constantly engages in bullying others is really an irritant to everyone. Yes. Her transformation from a cheerful girl to a plaintive woman was unbelievable. Great. Clear ആണേ? സെന്റൻസ് ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ പ്ലെയിൻറ്റീവ് ആണ് നമ്മുടെ ലാസ്റ്റ് വേർഡ്. ടൈം ആയി, നമുക്കപ്പം വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ലീഗൽ